പ്രവാചക പുസ്തകങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം വേണ്ടത് രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. എന്നാലേ നമുക്ക് ചരിത്ര പശ്ചാത്തലം പിടികിട്ടുള്ളൂ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന വിചാരത്തിൽ തന്നെയാണ് ചരിത്രത്തിൽ കടക്കാതെ നേരെ പുസ്തകത്തിലേക്ക് പോകുന്നത്. ആമുഖമായിട്ട് ഈ പുസ്തകത്തിൻ്റെ ആമുഖമായിട്ട് നമ്മൾ 5-6 കാര്യങ്ങൾ കാണും. ഒന്ന്, എസെക്കിയേൽ പ്രവാചകന്റെ ജീവചരിത്ര സംഗ്രഹം. 2, പ്രവാചക വിളി. 3, വിപ്രവാസിയ പ്രവാചകൻ, മൂകനായ പ്രവാചകൻ, വീട്ടിൽ കഴിയുന്ന പ്രവാചകൻ, എസെക്കിയേലിന്റെ ഗ്രന്ഥം. എസെക്കിയേലിന്റെ ഗ്രന്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യമായിട്ട് ആമുഖമാണ് ആദ്യം കാണിച്ചത്. ഈ 6 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും, ആവർത്തിച്ച് പറയുകയാണ്. ജീവചരിത്ര സംഗ്രഹം, പ്രവാചക വിളി, വിപ്രവാസിയായ പ്രവാചകൻ, മൂകനായ പ്രവാചകൻ, വീട്ടിൽ കഴിയുന്ന പ്രവാചകൻ, എസെക്കിയേൽ ഗ്രന്ഥം. ഇനി ഗ്രന്ഥത്തെപ്പറ്റി പറയുമ്പോൾ ആദ്യത്തെ 3 അധ്യായങ്ങൾ പ്രവാചക വിളിയെപ്പറ്റിയാണ് പറയുക. ആദ്യത്തെ 3 അധ്യായങ്ങൾ നമുക്ക് ഈ പുസ്തകത്തെ 10 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഞാൻ തിരിച്ചിരിക്കുന്നത് ഈ പുസ്തകം 48 അധ്യായങ്ങൾ ഈ പുസ്തകത്തെ 10 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അത് ആദ്യത്തെ 3 അധ്യായങ്ങൾ പ്രവാചക വിളിയാണ്. രണ്ടാമത്തേത് ഇസ്രായേലിനും ജെറുസലേമിനും എതിരെയുള്ള എസെക്കിയേൽ പ്രവാചകന്റെ പ്രവചനങ്ങളാണ് 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തേത് ദൈവാലയ ദർശനം. അത് 8 മുതൽ 11 വരെ അധ്യായങ്ങളിൽ എസെക്കിയേൽ പ്രവാചകൻ ഉണ്ടായ ദർശനങ്ങളാണ് 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഭാഗം സവർത്തിത പ്രവചനങ്ങൾ, അതായത് പ്രവാചകൻ അഭിനയിച്ച് കാണിക്കുന്ന പ്രവചനങ്ങൾ. സംസാരിക്കുന്നതിന് പകരം അഭിനയിച്ച് പ്രവചനങ്ങൾ കൊടുക്കും. അത് ആവിഷ്കൃത പ്രവചനങ്ങൾ എന്ന് പറയും. അഭിനയിച്ച് കാണിക്കുന്ന പ്രവചനങ്ങൾ. അത് പിന്നെ അതിനകത്ത് തന്നെ കള്ളപ്രവാചകന്മാരെതിരായിട്ടും ഈ ഭാഗത്ത് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്. അടുത്തത് ഇസ്രായേലിന്റെ പ്രതീകങ്ങൾ. 15 മുതൽ 19 വരെ അധ്യായങ്ങളിൽ ഇസ്രായേലിന്റെ പ്രതീകങ്ങൾ പല രൂപങ്ങളായിട്ടുമെല്ലാം അവതരിപ്പിക്കുന്നതാണ് 15 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ. അതിനുശേഷമുള്ള 20 മുതൽ 24 വരെ അധ്യായങ്ങളിൽ ഇസ്രായേൽ ചരിത്രത്തിലെ അന്ത്യഘട്ടത്തെ പറ്റിയാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. പിന്നീട് കാണുന്നത് 25 മുതൽ 32 വരെ അധ്യായങ്ങളിൽ ജനതകൾക്കെതിരെയുള്ള പ്രവചനങ്ങൾ. പ്രധാനപ്പെട്ട 3 പ്രവാചകന്മാരുണ്ട്. ആ 3 പ്രവാചകന്മാരുടെ പുസ്തകത്തിലും ധാരാളം അധ്യായങ്ങൾ ജനതകൾക്കെതിരെയുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, അമ്മോൻ, മോവാബ്, ഫിലിസ്ത്യ, സീദോൻ, ഈജിപ്ത്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ അവിടെ പോയി ഈ പ്രവാചകൻ പ്രസംഗിച്ചതല്ല. അന്ന് ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്രാ മാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം ഇതെല്ലാം ഇസ്രായേൽ ചുറ്റുമുള്ള രാജ്യങ്ങളാണ്. അവിടെ എല്ലാം പോയി പ്രസംഗിച്ചതല്ല. അവർക്കെതിരായിട്ട് സ്വന്തം ഇസ്രായേൽ ജനങ്ങളോട് തന്നെ സംസാരിച്ച കാര്യങ്ങളാണ് അവരോട് പറയുന്നതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് എല്ലാ പ്രവാചകന്മാരുടെയും വലിയ പ്രവാചകന്മാർ പുസ്തകത്തിലുണ്ട്. പിന്നീട് 33 മുതൽ 37 വരെ അധ്യായങ്ങളാണ്. അത് ഇസ്രായേലിന്റെ വീഴ്ചയും ഉയർച്ചയും അതാണ് കാണിക്കുക. 33 മുതൽ 34 കാണിക്കും, 33 33 മുതൽ 37 വരെ അധ്യായങ്ങളാണ് ഇസ്രായേലിന്റെ വീഴ്ചയെ പറ്റിയും ഉയർച്ചയെ പറ്റിയും പറയുന്നത്. പിന്നെ 38, 39 അധ്യായങ്ങൾ ഗോഗ് മഗോഗ് പ്രവചനങ്ങൾ. അത് നിങ്ങൾ എത്ര പ്രാവശ്യം വായിച്ചാലും മനസ്സിലാക്കാൻ വിഷമമുള്ള ഭാഗമായിരിക്കും. കാരണം വെളിപാട് സാഹിത്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണത്. വെളിപാട് സാഹിത്യത്തെ പറ്റി പഠിച്ചാലേ അത് മനസ്സിലാകുകയുള്ളൂ. അത് സാധാരണ വായിക്കാനുള്ള സംഭവമല്ല. സാധാരണ രീതി വായിച്ചാൽ അത് മനസ്സിലാവുകയില്ല. അത് ദർശനങ്ങളിലൂടെ ഭാവനയിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് സാധാരണ ഇതിൽ മനസ്സിലാക്കാൻ വിഷമമുള്ള കാര്യങ്ങൾ. പിന്നെ അവസാന ഭാഗമാണ് 10ാമത്തെ സെക്ഷനാണ്. ഇവിടെ ഞാൻ 11ാം അധ്യായം പറഞ്ഞിരിക്കുന്നത് പുസ്തകത്തിന്റെ അധ്യായമാണ്. അത് ആമുഖം ഉള്ളതുകൊണ്ടാണ് 11ആയിട്ട് വന്നത്. പുതിയ ദേവാലയത്തിന്റെ ദർശനം 40 മുതൽ 48 വരെ അധ്യായങ്ങൾ ഒരു സെക്ഷനാണ്. അതിലാണ് പുതിയ ദേവാലയത്തിന്റെ ദർശനം, എസെക്കിയേൽ പ്രവാചകന്റെ ദർശനം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഭാഗത്ത് ദേവാലയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ എസെക്കിയേൽ പ്രവാചകന്റെ ദർശനം
കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, ഇദ്ദേഹം പ്രവാസികളെ ജീവിക്കുന്ന പ്രവാചകനാണ്, അദ്ദേഹമാണ് ജെറുസലേം ദേവാലയത്തെ പറ്റിയുള്ള കൃത്യം മെഷർമെന്റ് പോലും അളവെല്ലാം കൊടുത്തിരിക്കുന്നതാണ് 42 അധ്യായങ്ങളിൽ. അത് തന്നെ നമുക്ക് ചരിത്ര പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം അതിൽ 6-ാം അധ്യായത്തിൽ, 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലുണ്ട്. അതിനകത്തുള്ളതിൽ വ്യത്യസ്തമായിട്ട് കുറച്ചെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. രണ്ടാമത് ഈ ഭാഗത്തുള്ള വേറൊരു പ്രശ്നം, നിങ്ങൾ ഇതിനകത്ത് കാണുന്ന പോലെ 43 മുതൽ 46 വരെ അധ്യായങ്ങൾ വിശുദ്ധ സ്ഥലങ്ങളെ സംബന്ധിച്ച് നിയമങ്ങളുണ്ട്. അത് പഞ്ചഗ്രന്ഥിക്ക് പാരലായിട്ട് ഇവിടെ ഉള്ളതാണ്. അത് ഇവർക്ക് യഹൂദ റബിമാർക്ക് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ അതിലുണ്ട്. കാരണം അവർ ഏറ്റവും വലിയ നിയമദാതാവ് മോശയാണ്. മോശയുടെ എതിര് നിൽക്കുന്ന കുറെ നിയമങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം, എസെക്കിയേലിന്റെ പുസ്തകം ദൈവനിവേശിതമാണോ എന്ന് യഹൂദ റബിമാർ സംശയിച്ചു. ഏറ്റവും അവസാനം നിവേശിത ഗ്രന്ഥങ്ങളിലേക്ക് അല്ലെങ്കിൽ കാനോനിക ഗ്രന്ഥങ്ങളിൽ ലിസ്റ്റിലേക്ക് സ്വീകരിച്ച പ്രവാചക ഗ്രന്ഥമാണ് എസെക്കിയേലിന്റെ പുസ്തകം. അതിന്റെ കാരണം ഈ ഭാഗമാണ്. 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ അവർക്ക് പിടിക്കാത്ത പല കാര്യങ്ങളും എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആരംഭത്തിലേക്ക് പോകാം. ജീവചരിത്ര ആദ്യത്തെ ഭാഗം, ജീവചരിത്ര സംഗ്രഹത്തിലേക്ക് പോകാം. ഇനി ചിന്തിക്കേണ്ടത്, എസെക്കിയേൽ പ്രവാചകൻ 623 ജെറുസലേമിൽ ജനിച്ചതാണ്. 623 BC പറയുന്നത് മുഴുവൻ. 623 ജെറുസലേമിൽ ജനിച്ചു. അദ്ദേഹം ഒരു യഹൂദ പുരോഹിത കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ യഹൂദ കുടുംബത്തിൽ ജനിക്കുന്നവർ അവരുടെ പൗരോഹിത്യം പരമ്പരാഗതമായിരുന്നു. അപ്പം വളർന്ന വലുതാകുമ്പോൾ അവരും പുരോഹിതരാകും. യഹൂദർക്ക് 2 പാരമ്പര്യമുണ്ടായിരുന്നു. 2 പാരമ്പര്യം. ഒന്ന്, ഒരു യഹൂദ ചെറുപ്പക്കാരൻ, ഓരോ പുരോഹിത കുടുംബത്തിൽ ജനിച്ച യഹൂദ ചെറുപ്പക്കാരൻ 25 വയസ്സാകുമ്പോൾ അവൻ പുരോഹിതനായ അഭിഷിക്തനാകും. അത് നമ്മുടെ കത്തോലിക്ക സഭയിലുള്ള പൗരോഹിത്യ അഭിഷിക്തം പോലെ അല്ലെങ്കിൽ അതിലും വലുതാണ്. കാരണം ലേവായുടെ പുസ്തകം 8 മുതൽ 10 വരെ അധ്യായങ്ങൾ മുഴുവൻ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് ഒരു യഹൂദ പുരോഹിതൻ അഭിഷിക്തനാകുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 8 ദിവസം നീണ്ട, നമുക്ക് 3 മണിക്കൂറോട് തീരും, അതുപോലെ ചിലപ്പോൾ മടുത്തു പോകും. എന്നാൽ 8 ദിവസത്തെ പരിപാടിയാണ് ആ പുരോഹിത അഭിഷേകത്തിനുള്ളത്. അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അതായത് 25 ഒരു പാരമ്പര്യം അനുസരിച്ച് 25 വയസ്സിലാകുമ്പോൾ പുരോഹിതനായി അഭിഷിക്തനാകും. വേറെ പാരമ്പര്യം അനുസരിച്ച് രണ്ടും സംഖ്യയുടെ പുസ്തകത്തിൽ 4-8 അധ്യായങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു പാരമ്പര്യമാണ്. 8-ാം അധ്യായം 24-ലുണ്ട്, 4-ാം അധ്യായത്തിലുണ്ട്. രണ്ട് പാരമ്പര്യം. 4-ാം അധ്യായത്തിൽ 30 വയസ്സെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 വ്യത്യസ്ത പാരമ്പര്യങ്ങളാണ്. ഏതായാലും എസെക്കിയേൽ പ്രവാചകൻ 25 വയസ്സായപ്പോൾ പുരോഹിതനായിട്ട് അഭിഷിക്തനാകുകയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് 598 നെബൂഖദ്നേസർ ജെറുസലേം ആക്രമിക്കുന്നത്. ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് കൂടുതൽ ചരിത്രത്തിൽ പറയാൻ പറ്റാത്തത്. പറഞ്ഞാൽ നമ്മുടെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം വിട്ടുപോകും. അതുകൊണ്ട് 598 ജെറുസലേം നഗരം ആക്രമിച്ചപ്പോൾ അന്ന് ആദ്യം അവിടെ രാജാവായിരുന്നു യെഹോയാക്കീം എന്ന ജോസിയായുടെ ഒരു മകനായിരുന്നു. അദ്ദേഹത്തെ വധിച്ചതാണോ അതിൻ്റെ ഇടയ്ക്ക് സീജിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ യുദ്ധം മുറുകി നിൽക്കുമ്പോൾ മരണപ്പെട്ടതാണോ എന്ന് അറിഞ്ഞുകൂടെ. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ 18 വയസ്സുള്ള മകൻ യെഹോയാക്കീം എന്ന ആള് രാജാവായി. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ജെറുസലേം നഗരം ഇവർ പിടിച്ചു, ബാബിലോൺകാരെ പിടിച്ചു. അപ്പോൾ യെഹോയാക്കീം 18 വയസ്സുള്ള ചെറുപ്പക്കാരനായ രാജാവിൻ്റെ അമ്മ, അതായത് യെഹോയാക്കീമിൻ്റെ ഭാര്യ, അമ്മയും രാജകുമാരനും 10,000 പേരും കൂടെയും ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഈ 10,000 പേരിൽ ഒരാളായിരുന്നു എസെക്കിയേൽ പ്രവാചകൻ. അങ്ങനെയാണ് 25-ാം വയസ്സിൽ പുരോഹിതനായ അഭിഷിക്തനാകാൻ ഒരുങ്ങിയിരുന്ന എസെക്കിയേൽ പ്രവാചകൻ 598 ബാബിലോണിൽ മറ്റ് ആളുകളോട് 10,000 പേരോട് ഒരുമിച്ച് ബാബിലോൺ എത്തിച്ചേർന്നു. അത് നമുക്കിനി പുസ്തകത്തിൽ തന്നെ കാണാം. നിപ്പൂർ എന്ന സ്ഥലത്ത് കെബാർ എന്ന നദീതീരത്ത് അല്ലെങ്കിൽ കനാലിൻ്റെ തീരത്ത് ആണ് അവിടെ അദ്ദേഹം താമസിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവിടെ താമസിച്ചു. നമുക്കറിയാം, ആ ഒരു ജീവിതത്തിൻ്റെ ഒരു വ്യക്തിയുടെ
ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു യഹൂദ പുരോഹിതൻ, കത്തോലിക്ക പുരോഹിതനാണെങ്കിൽ അത് തന്നെ. ആ ആഗ്രഹം സാധിക്കുന്നതിന് പകരം അദ്ദേഹത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. എത്ര വലിയ വിഷമമായിരുന്നിരിക്കണം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടത്. എന്നാൽ 5 വർഷം അടിമത്ത് ജീവിച്ചു കഴിഞ്ഞപ്പോൾ 593 അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. എന്താണ്? നീ പുരോഹിതനാകുന്നില്ലെങ്കിലും നിന്നെ ഞാൻ പ്രവാചകനാക്കും. ആ പ്രവാചകനാക്കുന്ന കാര്യം പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ദൈവം. പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നു. അതാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് കാണുന്നത്, പ്രവാചക വിളി. അതിൽ ഒരു പ്രത്യേകതയുള്ളത്, അത് അല്പം പശ്ചാത്തലം പറഞ്ഞാലേ തിരിയുള്ളൂ. അതായത് അന്ന് ഇവിടെ ആളുകൾ യഹൂദർ വിചാരിച്ചുകൊണ്ടിരുന്നത് ലോകത്തിലെ ഓരോ രാജ്യത്തിനും ഓരോ ദൈവങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് സംശയമുള്ളവർക്കാണ് പിന്നെ വായിച്ചു നോക്കാം. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ എൽ-ആലിയോൻ, അത്യുന്നതനായ ദൈവം ലോകത്തിലെ രാജ്യങ്ങളെല്ലാം കുട്ടി ദൈവങ്ങൾ തിരിച്ചു കൊടുത്തു. ഇപ്പൊ യഹോവയെ ഒരു കുട്ടി ദൈവമായിട്ട് അന്ന് കണക്കാക്കുന്ന യഹോവയെ കിട്ടിയ രാജ്യമാണ് യാക്കോബ്, അതായത് ഇസ്രായേൽ. അപ്പം ഓരോ രാജ്യത്തിനും ഓരോ ദൈവമുണ്ട്. അപ്പൊ ആ ദൈവമാണ് ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത്. ഇനി ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം കീഴടക്കിയാൽ അർത്ഥം ആ ദൈവത്തിന് ശക്തി പോയി. ആ ദൈവത്തിന് പിന്നെ അവരെ വേറെ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയത്. ഉദാഹരണത്തിന് എസെക്കിയേലിൽ മറ്റ് 10,000 പേരെയും ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് അവിടെ ഈ യഹോവയ്ക്ക് ശക്തിയില്ല. അതായത് ഇന്ത്യൻ പ്രസിഡന്റിന് പാകിസ്ഥാനിലോ ശ്രീലങ്കയിൽ പോയ ഒരാളെ അതിനകത്ത് ഇടപെടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ പോലെ യഹോവയ്ക്ക് ബാബിലോണിൽ പോയി ഇടപെടാൻ പറ്റിയില്ല എന്നാണ് വിചാരിച്ചത്. അപ്പം എസെക്കിയേൽ പ്രവാചന വിളി ലഭിച്ചു. അത് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അവർ കളിയാക്കി, നീ താൻ എന്താ പറയുന്നത്? അത് ഇസ്രായേലിന്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് യഹോവയ്ക്ക് ശക്തിയില്ല, പിന്നെ നീ ഇങ്ങനെ പറയുന്നതിന്. അതുകൊണ്ടാണ് അവര് അദ്ദേഹത്തിന്റെ പ്രവാചക വിളി സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നതുകൊണ്ട്, തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് മറ്റു ഒരു പുസ്തകത്തിൽ ഇല്ലാത്ത വിധം വളരെ വിശദമായിട്ട് 3 അധ്യായങ്ങൾ മുഴുവൻ തൻ്റെ പ്രവാചക വിളിയെ പറ്റിയാണ്. എസെക്കിയേൽ പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ മുഴുവൻ തൻ്റെ പ്രവാചക വിളിയെ പറ്റിയാണ് പറയുക. ആ പ്രവാചക വിളിയെ പറ്റി പറയുന്നത് നമ്മൾ വീണ്ടും തിരിച്ചു വരാം. ഇതൊന്ന് ആദ്യം പറഞ്ഞു തീർത്തിട്ട് പ്രവാചക വിളിയെ പറ്റി തിരിച്ച് പറയാം. അത് യെശയ്യായുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലുണ്ട്. അതുപോലെ യെരമ്യായുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 4 മുതൽ 10 വാക്യങ്ങളിലുണ്ട്. ഹോശേയയുടെ പുസ്തകത്തിൽ ആദ്യത്തെ 3 അധ്യായങ്ങൾ തൻ്റെ ആത്മകഥയെ പറ്റിയാണ് പറയുക, തൻ്റെ വിളിയെ പറ്റി അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ 3 അധ്യായം മുഴുവൻ തൻ്റെ പ്രവാചക വിളിയെ പറ്റിയാണ് പറയുക. അത് നമുക്ക് ഇപ്പം വിശദമായിട്ട് ഞാൻ യാമവും പറഞ്ഞു കഴിഞ്ഞ ശേഷം വീണ്ടും തിരിച്ചു വന്ന് പറയാം. മൂന്നാമത്തെ കാര്യം, വിപ്രവാസിയായ പ്രവാചകൻ. മറ്റ് പ്രവാചകങ്ങളിൽ വ്യത്യസ്തനായി പ്രവാചകൻ വിപ്രവാസികളുടെ ഇടയിൽ, അതായത് അടിമത്തത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട യഹൂദരിടയിലാണ് അദ്ദേഹത്തിന് പ്രവാചക വിളി ലഭിച്ചത്, പ്രവാചക ശുശ്രൂഷ ചെയ്തത് എല്ലാം അവിടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വിപ്രവാസികളുടെ ഇടയ്ക്ക് അവരോട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ദൈവം കൊടുത്ത ഓരോന്നും, ദൈവം അദ്ദേഹത്തോട് അവരോട് പറയാൻ പറഞ്ഞ ഓരോന്നും അദ്ദേഹം ആ വിപ്രവാസികളോട് പറയേണ്ടിയിരുന്നു. അപ്പം 593 പ്രവാചക വിളി ലഭിച്ച ശേഷം 571 വരെ, എല്ലാം ബാബിലോണിലാണെന്ന് ഓർക്കുക, ജെറുസലേമിലല്ല, ബാബിലോണിലാണ്. 571 വരെ അദ്ദേഹം പ്രവാസികളുടെ ഇടയ്ക്ക് പ്രവചന ശുശ്രൂഷ ചെയ്തു. 570 അദ്ദേഹം ബാബിലോൺ മരിച്ച് അടക്കപ്പെട്ടു എന്നാണ് കരുതുക. അപ്പൊ 623 ജനിച്ച ആള് 598 ബാബിലോണിലെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. 593 പ്രവാചക വിളി ലഭിച്ചു. 593 മുതൽ 571 വരെ പ്രവാചക ശുശ്രൂഷ നടത്തി 570 മരിച്ചു. ഈ കുടുംബത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. 588 അദ്ദേഹത്തിന്റെ ഭാര്യ, സുന്ദരിയായ ഭാര്യ, അത് പുസ്തകത്തിന് പറയുന്നത് കണ്ണിന് ആനന്ദകരമായ ഭാര്യയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് ഈ പ്രവാചകന്മാർക്ക് പലപ്പോഴും അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവചന ശുശ്രൂഷ നിലനിൽക്കുന്നത്. അത് പലപ്പോഴും നമുക്ക് കാണാം. യെരമ്യാ പ്രവാചകനോട് കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞു. യഹൂദർ കല്യാണം കഴിക്കാതിരിക്കുന്നത് ശഹം പോലെയാണ്. പക്ഷെ അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്ത് പറഞ്ഞു, നീ കല്യാണം കഴിക്കേണ്ട, അതൊരു അടയാളമായിട്ട് ഒരു പ്രതിബിംബമായിട്ട് നിൽക്കട്ടെ, അതുകൊണ്ട് നീ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞു. അതുപോലെ ഹോശേയ പ്രവാചകൻ പറഞ്ഞു, നീ പോയി ഒരു വേശ്യയെ കല്യാണം കഴിച്ചിട്ട് വരാൻ. ആർക്കും അങ്ങനെ ഇഷ്ടമില്ല വേശ്യയെ കല്യാണം കഴിക്കും.
വേശ്യ പുള്ളിക്ക് 3 പിള്ളേരെ ജനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പഴയ കാമുമാർ ഒളിച്ചുപോയി. ഒളിച്ചു പോയപ്പോൾ കർത്താവ് യഹോവ പുള്ളിയോട് പറഞ്ഞു, നീ അവളെ വീണ്ടും കാശ് കൊടുത്ത് വീണ്ടും വിളിച്ച് കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് പോവാ, നീ വീണ്ടും നിന്റെ കൂട്ടത്തിൽ നിന്റെ ഭാര്യയായി സൂക്ഷിക്കുക. ഇതെല്ലാം പ്രവാചകന്മാർക്ക് ദൈവം കൊടുക്കുന്ന കൽപ്പനകളാണ്. അതിൻ്റെ കാര്യകാരണ സഹിതം നമുക്ക് യുക്തിസഹജമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിനും, അതായത് ഇയാൾക്ക് 35 വയസ്സ് ഉള്ളപ്പോൾ 588 ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ സുന്ദരിയായ ഭാര്യയെ ഞാൻ എടുക്കുകയാണ്, അതായത് മരിക്കാൻ പോവാ എന്നാണ്. അതും ഒരു പ്രവാചക സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അതെന്തിനാണ്? നിനക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഉള്ള ഭാര്യ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. അതുപോലെ ഒരു പുരോഹിതനാകാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന് ജെറുസലേം നഗരവും ജെറുസലേമിലെ ദേവാലയം ഭയങ്കര ഇഷ്ടമായിരുന്നു. 2 ഏറ്റവും ഇഷ്ടം, താൻ സ്വന്തം ഭാര്യ, ജെറുസലേം ദേവാലയവും ജെറുസലേം നഗരവും. ജെറുസലേം ദേവാലയവും ജെറുസലേം നഗരവും നശിപ്പിക്കപ്പെടാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് അത് നിന്റെ ഭാര്യ ഞാൻ എടുക്കുന്നു. അങ്ങനെ 588 അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുന്നു. അതുവേണ്ടി നമ്മൾ പറയാം, അതിൻ്റെ പശ്ചാത്തലം വീണ്ടും പറയാം. അങ്ങനെ 587 ഒരു വർഷം കഴിഞ്ഞപ്പോൾ ടെമ്പിളും, അതായത് ജെറുസലേമിലെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അടുത്തിവിടെ കാണുന്ന മൂകനായ പ്രവാചകൻ എന്താണ്? അതിന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യത്തെ 3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം മൂകനായി ജീവിച്ചു എന്നാണ് പറയുക. അത് എത്ര കാലം ജീവിച്ചു? ഒരു പ്രവാചകൻ മൂകനായ ജീവിച്ചാൽ എങ്ങനെയാണ് അദ്ദേഹം പ്രവചിക്കുക? അതിൽ തന്നെ 3:27 എഡിറ്റേഴ്സ് ഒരു ചെറിയ ഇൻസേർഷൻ നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ചിലപ്പോൾ വചനങ്ങൾ പറയേണ്ട സമയത്ത് മാത്രം വായുടെ കെട്ടഴിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയല്ല. അതായത് പുള്ളി മുഴുവൻ സമയം അല്ലെങ്കിൽ ഒത്തിരി വർഷം പുള്ളി മൂകനായിട്ട് ജീവിച്ചില്ല. പ്രത്യുത 2 ഷോക്കിംഗ് ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ അദ്ദേഹം, ആദ്യത്തെ ഷോക്കിംഗ് ഇൻസിഡന്റ് എന്താണ്? അദ്ദേഹത്തിൻ്റെ എല്ലാം ആയിരുന്ന പ്രിയ ഭാര്യ മരിച്ചപ്പോൾ ആ ഷോക്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരശക്തി നഷ്ടപ്പെട്ടു. അത് ചിലർ പറയുന്ന അഫേസിയ, ആ രോഗത്തിന് പറയുന്നത് അഫേസിയ എന്നാണ്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ട് വേറെ ഷോക്കിംഗ് ഇൻസിഡന്റ് ആണ്. അദ്ദേഹത്തിന് അതുപോലെ പ്രിയപ്പെട്ട ജെറുസലേം നഗരവും ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ആ സെക്കൻഡ് ഷോക്കിംഗ് ഇൻസിഡന്റ് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ സംസാരശേഷി തിരിച്ചു വന്നു. ഇത് നമുക്ക് വെറുതെ കെട്ടുകഥയായിട്ട് പറയേണ്ടതല്ല. പത്രത്തിൽ വന്ന ഒരു സംഭവം ഞാനെടുത്ത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പഠിപ്പിക്കുമ്പോൾ പിള്ളേരെ ക്ലാസ്സിൽ കാണിക്കാൻ വേണ്ടി. അതായത് ആക്സിഡൻറ്റിൽ ഒരു മനുഷ്യൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. കുറേ നാൾ ശേഷി ഇല്ലാതെ നടന്നു. അത് കഴിഞ്ഞ് മറ്റൊരു ആക്സിഡൻറ്റ് വന്ന അദ്ദേഹത്തിന് സംസാരിച്ച് തിരിച്ചു കിട്ടും. നമ്മുടെ കാലത്ത് സംഭവിച്ച കാര്യമാണ്. പത്രത്തിൽ വന്ന കാര്യം ഞാൻ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഷോക്കിംഗ് ഇൻസിഡന്റ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശക്തി തിരിച്ചു കിട്ടി കാണണം എന്നാണ് പണ്ഡിതന്മാർ അനുമാനിക്കുക. അതായത് കുറച്ച് കാലത്തേക്ക് മാത്രം, ഭാര്യയുടെ മരണം മുതൽ ജെറുസലേം നഗരത്തിൻ്റെ വീഴ്ച വരെ കാലത്തായിരുന്നിരിക്കണം മിക്കവാറും അദ്ദേഹം മൂകനായി ജീവിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന അനുസരിച്ച് വിളിച്ചപ്പോൾ തന്നെ പ്രവാചകനാൻ മൂകനായിട്ട് ഇരിക്കേണ്ടി വന്നു എന്ന മട്ടിലാണ് എഴുതിയിരിക്കുന്നത്. എഡിറ്റേഴ്സ് എഴുതിയ കാര്യമാണ്. അങ്ങനെ അയക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. ഇനി മറ്റൊരു കാര്യം, വീട്ടിൽ കഴിയുന്ന പ്രവാചകൻ, എല്ലാവരും വീട്ടിലാണ് കഴിയുന്നത്. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹത്തെ ആദ്യത്തെ ആ സെക്ഷനിൽ 3ാമത്തെ അധ്യായത്തിന് കാണുന്നത്, അദ്ദേഹത്തോട് 380 ദിവസം 390 ദിവസം ഒരു വള്ളി കൊണ്ട് ശരീരം വരിഞ്ഞു കെട്ടിയിട്ട് ഇടതുവശത്തോട് ചെരിഞ്ഞു കിടക്കണമെന്നും, പിന്നെ 40 ദിവസം ഇതുപോലെ തന്നെ ശരീരം വരിഞ്ഞു കെട്ടി വലത്തോട് തിരിഞ്ഞു കിടക്കണമെന്നും പറഞ്ഞു എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതും വാച്യാർത്ഥത്തിലെടുക്കേണ്ടതാണോ എന്ന് പണ്ഡിതന്മാർ സംശയിക്കുന്നു. കാരണം ഒരാൾക്ക് അങ്ങനെ 390 ദിവസമൊക്കെ അനങ്ങാതെ കിടക്കാൻ കഴിയുമോ എന്ന കാര്യം സംശയമുണ്ട്. പലപ്പോഴും പ്രവാചകഗ്രന്ഥങ്ങൾ കാണുന്നത് ചിലത് സിംബോളിക് ആയിരിക്കാം, ചിലത് ശരിയാകാം. എങ്കിലും ഇതിനും സിംബോളിക്കായിട്ട് മീനിങ് പറയുന്നത് 390 എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരുടെ പാപത്തിൻ്റെ കാലഘട്ടമാണ്. 1977 തുടങ്ങി 587 വരെയുള്ള കാലഘട്ടമാണ് 390. 977 390 കുറച്ചാൽ 587 കിട്ടും. അതിനാണ് ഓരോ ദിവസത്തെ ഒരു വർഷമായിട്ട് കണക്കാക്കി അതിനെ സൂചിപ്പിക്കുന്നതെന്നും, 2ാമത്തെ 40 എന്ന് പറയുന്നത് 587 40 കുറച്ചാൽ 40 വർഷം കിട്ടിയാൽ 48 വേണം. അപ്പോൾ അടുത്തത് അവരുടെ ഈ പ്രവാസ
അവസാനിക്കുന്ന കാലഘട്ടം കിട്ടും എന്ന് പറയുന്നു. ഇതിന് വേറെയും വ്യാഖ്യാനങ്ങളുണ്ട്. എങ്കിലും ഇങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ സംഭവിച്ചു എന്നുള്ള കണക്കൂട്ടിലാണ് വീട്ടിൽ തന്നെ കഴിയുന്ന പ്രവാചകനായിട്ട് പറയുക. ഇനി എസെക്കിയേൽ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. 10 ഭാഗങ്ങളായിട്ട് തിരിച്ചതാണ്. ആദ്യത്തെ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ആദ്യത്തെ 3 അധ്യായങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവാചക വിളിയാണ്. രണ്ടാമത്തേത് 4 മുതൽ 7 വരെ അധ്യായങ്ങൾ ജെറുസലേമിനും ഇസ്രായേലിനും എതിരെയുള്ള പ്രവചനങ്ങളാണ്. 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ദേവാലയ ദർശനമാണ്, അദ്ദേഹത്തിന് കിട്ടിയ ദർശനം, വിഷൻ. 12-14 അധ്യായങ്ങൾ അദ്ദേഹം അഭിനയിച്ച് കാണിച്ച പ്രവചനങ്ങളും കള്ളപ്രവാചകന്മാർക്കെതിരായി പറഞ്ഞ കാര്യങ്ങളുമാണ്. പിന്നെ 15-19 അധ്യായങ്ങൾ ഇസ്രായേലിന്റെ പ്രതീകങ്ങളാണ്, രൂപകങ്ങളും വഴി ഇസ്രായേലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ 20 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ ഇസ്രായേലിന്റെ ഇസ്രായേൽ ചരിത്രത്തിന്റെ അന്ത്യഘട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുക. പിന്നെ 25 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളിൽ ജനതകൾക്ക്, മറ്റു രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്കെതിരായിട്ട് പറയുകയാണ്. പിന്നെ 33 മുതൽ 37 വരെ അധ്യായങ്ങളിൽ ഇസ്രായേലിന്റെ വീഴ്ചയെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചുമാണ് പറയുക. 38-39 അധ്യായങ്ങൾ ഗോഗ് മഗോഗ് പ്രവചനങ്ങളെക്കുറിച്ചാണ്. അത് ഓർമ്മിക്കുക, പെട്ടെന്ന് നിങ്ങൾക്ക് വായിച്ചാൽ അത് മനസ്സിലാകുകയില്ല, കാരണം അത് വെളിപാട് സാഹിത്യമാണ്. അവസാനത്തേതാണ് 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങൾ. അത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ദേവാലയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദർശനം, പിന്നെ അദ്ദേഹം നൽകുന്ന നിയമങ്ങൾ, പിന്നെ 1-2 ദർശനങ്ങളും അവിടെയുണ്ട്. ഇനി നമുക്ക് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവാചക വിളിയെ പറ്റി ഒന്നുകൂടി ചിന്തിക്കാം. പ്രവാചക വിളി 1 മുതൽ 1-ാം അധ്യായത്തിൽ ഒന്നാം അധ്യായം പ്രവാചക വിളിയിൽ ആദ്യത്തെ ഭാഗം ഒരു ദർശനമാണ്. അതായത് അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിഷമമായിരിക്കും. അതിനകത്ത് രഥമുണ്ട്, രഥത്തിലൊരു സിംഹാസനമുണ്ട്, അതിനെ വലിക്കുന്ന മൃഗങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലായില്ലെങ്കിൽ പോലും അതിന് പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മതി. അതായത് അദ്ദേഹത്തിൻ്റെ ദൈവവിളി, അദ്ദേഹത്തിൻ്റെ പ്രവാചക വിളി ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന പ്രവാചക വിളി ആയതുകൊണ്ട് അത് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അടുക്കുന്ന വരുന്നതാണ് കാണിക്കാൻ വേണ്ടിയാണ് 1-ാമത്തെ അധ്യായത്തിലെ ദർശനം അവതരിപ്പിക്കുന്നത്. അത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും വാച്യാർത്ഥം മനസ്സിലായെങ്കിലും അതിന് സന്ദേശം ഇതാണ്: പ്രവാചക വിളി, എസെക്കിയേലിനുള്ള പ്രവാചക വിളി, അത് വിപ്രവാസ ദേശത്താണെങ്കിലും വിജാതിര ദേശത്താണെങ്കിലും ആ വിളി യഥാർത്ഥ ദൈവമായ യഹോവയിൽ തന്നെ വന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ നിയോഗ കർമ്മം, അതായത് അദ്ദേഹത്തെ പ്രവാചകനായിട്ട് നിയമിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഇത് കഴിഞ്ഞപ്പോൾ അയാൾ നിലത്ത് വീണു, എഴുന്നേറ്റ് നിൽക്ക്, എന്നിട്ട് അദ്ദേഹത്തിനുള്ളിൽ യഹോവയുടെ ആത്മാവ് പ്രവേശിച്ചു. അങ്ങനെ അദ്ദേഹത്തെ പ്രവാചകനായിട്ട് നിയമിക്കുകയാണ്. അതിനുശേഷം പിന്നീടുള്ള 2-ാം അധ്യായം 8 മുതൽ 3-ാം അധ്യായം 3 വരെ സ്ഥലത്ത് ഒരു അടയാളം കൊടുക്കുകയാണ്. അടയാളം ഇതാണ്: ഒരു ചുരുള് കൊടുത്തിട്ട് ആ ചുരുളിൽ വരാൻ പോകുന്ന ദുഃഖവും കരച്ചിലും മുറവിളിയും എല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചുരുൾ അദ്ദേഹം തിന്നണം. അത് തിന്നുന്നത് എന്തിനാണ്? അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്ന കാര്യം മുഴുവൻ ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രമേ പ്രശ്നമുള്ളൂ. ആ ദൈവം ഈ പറയുന്ന പ്രവചനമായിട്ട് ദൈവം ഒന്നിച്ചേർന്നെന്ന് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് തിന്നുക. ആ തിന്നപ്പോൾ, ആ ചുരുൾ തിന്നപ്പോൾ അദ്ദേഹത്തിന് മധുരിച്ചു, വായിൽ മധുരിച്ചു. കാരണം അതൊരു പ്രതീകാത്മകമാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ സംശയിക്കാതെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി, സന്തോഷം നമുക്കുണ്ടാകുന്നതാണ് അതിൽ നിന്ന് പറയുക. പിന്നെ അവസാനമായിട്ട് അദ്ദേഹത്തെ ഫൈനലായിട്ട് പറയുകയാണ്: നിന്നെ പ്രവാസികളായ യഹൂദരുടെ അടുക്കളേക്ക് പ്രവാചക ശുശ്രൂഷയ്ക്കായി ഞാൻ അയക്കുകയാണ്. പക്ഷെ ഒരു മുൻകരുതൽ, അവർ നിന്നെ സ്വീകരിക്കുകയില്ല, അവരെതിർക്കും. വിജാതിര് പോലെ നിന്നെ സ്വീകരിക്കും, പക്ഷെ നിന്റെ സ്വന്തം ജനങ്ങൾ നിന്നെ സ്വീകരിക്കുകയില്ല എന്ന് പറയുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ്
എസ്കേൽ പ്രവാചകനായി സ്വീകരിച്ച് അന്ന് തുടങ്ങി സഹനത്തിൻ്റെയും വേദനയുടെയും ആഹ്വാദിനെ വഴിയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളൊരു ദൈവവിളി സ്വീകരിക്കുമ്പോൾ ഒരാൾ അച്ഛനായി, ഒരാൾ സിസ്റ്ററായി, ഇതെല്ലാം വലിയ ദൈവമഹത്വമാണ്, അല്ല ഇനി മനുഷ്യരുടെ ഇടയിൽ വലിയ മഹത്വം കിട്ടും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇത് നോക്കിക്കേ, എസെക്കിയേൽ പ്രവാചകൻ ദൈവത്തിൽ നിന്നും പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് യാത്ര ആരംഭിച്ചു. എങ്ങനെയാ പ്രവാചക യാത്ര ആരംഭിച്ചു? സഹനം, വേദന, അപമാനം, ആ വഴി സഞ്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവാചക ദൗത്യം ഏറ്റെടുക്കുന്നത്. ഇനി എൻ്റെ അവസാനം, എൻ്റെ കൺക്ലൂഷൻ ഇതാണ്. പ്രവാചക ദൗത്യത്തിൻ്റെ വിളിയുടെ അവസാനം 3:16 മുതൽ 21 വാക്യങ്ങളും അത് തന്നെ ആവർത്തിച്ച് 33-ാം അധ്യായം 7-9 വാക്യങ്ങളിലുണ്ട്. അദ്ദേഹത്തെ ഇസ്രായേലിന്റെ കാവൽക്കാരനായി നിയമിക്കുകയാണ്. ഇസ്രായേലിന്റെ കാവൽക്കാരനായി നിയമിക്കുകയാണ്. അതെന്താണ് പറയുക? നിങ്ങൾ പിന്നെ അത് വായിക്കണം കേട്ടോ, എന്നാലേ കൂടുതൽ മനസ്സിലാവുള്ളൂ. 3, 16, 21 33-ാം അധ്യായം കൂടെ വായിക്കണം. അതില് അദ്ദേഹത്തിന് പറയുകയാണ്, എന്നാ പ്രവാചക ദൗത്യം എന്ന് പറയുന്നതാണ്? നീതിമാനായ മനുഷ്യൻ ജീവിക്കുകയാണ്, അവൻ തെറ്റിൽ വീഴുന്നുണ്ടെങ്കിൽ അവനോട് തെറ്റി വീഴരുത് എന്ന് അവനോട് നേരിട്ട് വ്യക്തിപരമായിട്ട് ഇത് പറയുക. എന്നിട്ട് അവൻ കേൾക്കുവാണെങ്കിൽ അവനെ നീ രക്ഷിച്ചു. ഇനി നീ നീതിമാനാണ്, തെറ്റിൽ പോകുന്ന എന്ന് നീ കണ്ടിട്ട് പോലും ചെയ്തില്ലെങ്കിൽ അവൻ തെറ്റിൽ വീണ് നശിച്ചു പോയാൽ അതിൻ്റെ രക്തത്തിന് നിന്നോട് കണക്ക് ചോദിക്കും. അതുപോലെ ഒരാൾ പാപിയായ മനുഷ്യനാണ്, നീ അറിയുന്നൊരു സമൂഹത്തിൽ പാപിയായ ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട്, നീ വ്യക്തിപരമായി അവനോട് ചെന്ന് അവൻ്റെ തെറ്റ് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവന് പശ്ചാത്തപിച്ചാൽ അവനെ നീ നേടി. അതല്ല ഇല്ലെങ്കിൽ അവൻ നഷ്ടപ്പെട്ടു പോകും. ഇനി നീ ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ രക്തത്തിന് നിന്നോട് കണക്ക് ചോദിക്കും. അതാണ് പ്രവാചക ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഓരോ പുരോഹിതന്റെ ധർമ്മം അത് തന്നെയാണ്. അത് പള്ളിയിൽ പൊതുവായിട്ട് പ്രസംഗിച്ചാൽ പോരാ, ആ ഇടവകയിലെ ഓരോരുത്തരോടും, നീതിമാനോടും എൻ്റെ അടുത്ത് പോകണം, നീതിമാൻ വഴിതെറ്റി പോകാൻ പാടില്ല, ദുഷ്ടന്മാരുടെ അടുത്ത് പോകണം, അവനും വഴിതെറ്റി പോകാൻ പാടില്ല. അങ്ങനെ അവരോടും ആ കാര്യം പറയണം എന്ന് യഹോവ അദ്ദേഹത്തെ പറയുകയാണ്. പിന്നെ ഇത് ചലിക്കാത്ത മനുഷ്യൻ, ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത അത് ഞാൻ നേരത്തെ പറഞ്ഞു. 3:22, 27 അദ്ദേഹം ഒരു കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി 390 ദിവസം ഒരു വശത്തേക്കും 40 ദിവസം മറുവശത്തേക്കും ചെരിഞ്ഞു കിടന്നു എന്നതിനെ പറ്റി പറയുന്നതാണ്. അത് ചരിത്രപരമായിട്ട് സംഭവിച്ചോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ പറയുക. ഇനി ഈ 48 അധ്യായവും നമുക്ക് നേരെ എടുത്ത് പറയുക എളുപ്പമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അത് കൂടുതൽ മനസ്സിലാക്കി തരാൻ വേണ്ടി ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അതായത് പ്രവാചകൻ കണ്ട ദർശനങ്ങൾ, 10 ദർശനങ്ങൾ ഈ പുസ്തകത്തിൽ പല ഭാഗത്തായി കിടപ്പുണ്ട്. 10 ദർശനങ്ങളുണ്ട്, 12 ഉപമകളും രൂപങ്ങളുമുണ്ട്. അതുപോലെ അഭിനയിച്ച് കാണിച്ച 12 പ്രവചനങ്ങൾ, അതാണ് ആവിഷ്കൃത പ്രവചനങ്ങൾ. അഭിനയിച്ച് കാണിച്ചു കൊടുത്ത 12 പ്രവചനങ്ങൾ. ഇത് ഈ 48 അധ്യായങ്ങൾ പല ഭാഗത്താണ് കിടക്കുക. നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ ആ പുസ്തകം മുഴുവൻ പഠിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇത് കാണിക്കും. അതിനകത്ത് 10 ദർശനങ്ങളെ പറ്റി ഞാൻ ആദ്യം പറയാം. 10 ദർശനങ്ങൾ. ഒന്ന്, ദൈവമഹത്വത്തെ കുറിച്ചുള്ള ദർശനങ്ങൾ. ദൈവമഹത്വങ്ങൾ ഇവിടെ ഇംഗ്ലീഷിലാണ് വന്നിരിക്കുന്നത്. 10 ദർശനങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടവർക്ക് നോട്ട് ചെയ്തെടുക്കാം. ഒന്നാമത്തെ ദർശനം ദൈവമഹത്വത്തെ കുറിച്ച് ദർശനമാണ്. 1-ാം അധ്യായം 4 മുതൽ 28 വരെ. കുറച്ചു നേരം ഇതിവിടെ കാണും, അപ്പം നിങ്ങൾക്കത് നോട്ട് ചെയ്തെടുക്കാം. എസെക്കിയേൽ പ്രവാചകൻ കണ്ട ദർശനങ്ങൾ ഈ പുസ്തകത്തിന്റെ പല ഭാഗത്തായി നോക്കി 1-ാമത്തെ അധ്യായം തുടങ്ങി അവസാനം 47-ാം അധ്യായത്തിലാണ് അവസാനത്തെ കാണിക്കുന്നത്. അപ്പം ഈ പുസ്തകത്തിന് പല ഭാഗത്തായി കാണുന്ന ദർശനങ്ങളാണിത്. ഒന്നാമത്തെ ദർശനം ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ ദർശനം 1:4 മുതൽ 28 വരെ. രണ്ടാമത്തെ ദർശനം ജെറുസലേം ദേവാലയത്തിനുള്ളിൽ അവർ ചെയ്യുന്ന പാപങ്ങളെ കുറിച്ചാണ്. 8-ാം അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങളിലും 11-ാം അധ്യായം 1 മുതൽ 13 വരെ വാക്യങ്ങളും. അദ്ദേഹത്തെ ഈ പ്രവാചകനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട വേറെ കാര്യം ട്രാൻസ്ലൊക്കേഷൻ. അതായത് പ്രവാചകൻ ബാബിലോണിലായിരുന്നെങ്കിലും അത്യാവശ്യ കാര്യങ്ങളിൽ ദൈവം അദ്ദേഹത്തെ ബാബിലോണിൽ നിന്നും ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. അത് പുസ്തകം പറഞ്ഞിരിക്കുന്നത് മാലാഖമാർ അദ്ദേഹത്തിന്റെ തലമുടിയിൽ പിടിച്ച് പൊക്കി എടുത്ത് ജെറുസലേം ദേവാലയത്തിനുള്ളിൽ വെച്ചെന്നാണ്. അതിൽ ഇംഗ്ലീഷ് പറയുന്ന വാക്കാണ് ട്രാൻസ്ലൊക്കേഷൻ. അത് കൃത്യമായിട്ട് ഫിസിക്കലായിട്ടുള്ള കൊണ്ടുപോയോ ആ ദർശനത്തിലാണോ കാണിച്ചു കൊടുത്തത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ട കാര്യമില്ല. എങ്കിലും അദ്ദേഹത്തിന് ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഇനി പലയിടത്തും നമുക്ക് കാണാം
അസ്ഥികൾ താഴ്വാരത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി എന്നാണ് പറയാം. അത് ട്രാൻസ്ലൊക്കേഷൻ എന്നാണ് പറയാം. ഏതായാലും ഫിസിക്കലായിട്ട് കൊണ്ടുപോയാൽ ഇല്ലെങ്കിലും ആ അവിടുത്തെ സ്ഥലം അദ്ദേഹത്തിന് കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ദർശനം ഇതാണ്, ജെറുസലേമിൽ നടന്നുകൊണ്ടിരുന്ന പാപങ്ങൾ. മൂന്നാമത്തേത് 6 കൊലയാളികൾ, ഒരു എഴുത്തുകാരൻ്റെ നേതൃത്വത്തിൽ 6 കൊലയാളികൾ പോകുന്ന ദർശനം, ജെറുസലേമിലേക്ക് പോകുന്ന ദർശനമാണ് 9 അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ കാണുന്നത്. നാലാമത്തേത് രഥസിംഹാസനത്തിന്റെ ദർശനം, ഒരു രഥസിംഹാസന ദർശനമാണ് 10-ാം അധ്യായം 1 മുതൽ 17 വാക്യങ്ങൾ കാണുന്നത്. എല്ലാ വശത്തേക്കും, ഏത് വശത്തേക്കും ഒരുപോലെ പോകാവുന്ന, എല്ലാ വശത്തേക്കും തിരിയുന്ന ചക്രങ്ങളുള്ള ഒരു രഥസിംഹാസന ദർശനമാണ് കാണുക. എന്താണെന്ന് ഉള്ള സമയം കൊണ്ട് പറഞ്ഞു തരാം. പിന്നത്തേത് കബോദ്. കബോദ് എന്ന് പറയുന്നത് ഇങ്ങനെ ഹീബ്രു വാക്കാണ്. ദൈവമഹത്വം ഒരു വ്യക്തി പോലെ കാണിച്ചുകൊണ്ടാണ് ദൈവമഹത്വം ജെറുസലേം ദേവാലയത്തിൽ നിന്ന് പുറത്തു പോകുന്ന ദർശനം പുള്ളി കാണുകയാണ്. അതാണ് 10-ാം അധ്യായം 18 മുതൽ 22 വാക്യങ്ങളിലും 11-ാം അധ്യായം 22 മുതൽ 25 വാക്യങ്ങളിൽ കാണുന്നത് കബോദ്, ദൈവമഹത്വം. ഈ പാപങ്ങളുള്ള സ്ഥലത്ത് ദൈവം നിൽക്കില്ല. അതുകൊണ്ട് ദൈവമഹത്വം അവിടുന്ന് ആ ദേവാലയത്തെ ഉപേക്ഷിച്ച് പോകുന്നു. പിന്നീട് കാണുന്ന ഒരു 11-ാം അധ്യായം 1 മുതൽ 13 വാക്യങ്ങളിൽ പാചകപാത്രവും ഇറച്ചിയും, അതൊരു ദർശനമാണ്. ദർശനത്തെ കാണുക, ഒരു പാത്രത്തിൽ ഇറച്ചിയിട്ട് വഹിക്കുന്ന ദർശനം കാണുകയാണ്. അടുത്ത ദർശനം 37-ാം അധ്യായം 1 മുതൽ 14 വാക്യങ്ങളിൽ താഴ്വരയിലെ അസ്ഥികളുടെ താഴ്വരയെക്കുറിച്ചുള്ള ഒരു ദർശനമാണ്. അത് നമ്മൾ കാണാം. പിന്നെ അടുത്തത് 40-ാം അധ്യായം 40, 41, 42 അധ്യായങ്ങൾ, ആദ്യത്തെ 3 അധ്യായങ്ങളിൽ കാണുന്ന ജെറുസലേം ദൈവാലയത്തെക്കുറിച്ചുള്ള ദർശനമാണ്. ഓർക്കണം, ദേവാലയം അപ്പോഴേക്ക് നശിപ്പിച്ചു. 587 നശിപ്പിക്കപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിന് ആ ദൈവാലയത്തെ പറ്റിയെക്കുറിച്ചുള്ള ദർശനം ലഭിക്കുന്നുണ്ട്. പിന്നീട് 43-ാം അധ്യായം 1 മുതൽ 12 വാക്യങ്ങളിൽ കബോദ്, ദൈവമഹത്വം ഈ പുതിയ ദേവാലയത്തിലേക്ക് തിരിച്ചു വരുന്നു. ദർശനത്തിൽ കാണുക ആക്ച്വലി സംഭവിച്ചതല്ല, അത് വീണ്ടും പുനരുദ്ധരിക്കപ്പെടുമെന്നും പുനരുദ്ധരിച്ചു കഴിയുമ്പോൾ കബോദ്, അതായത് ദൈവത്തിന്റെ മഹത്വം തിരിച്ചു വരുമെന്നും അദ്ദേഹം ദർശനത്തിൽ കാണുകയാണ്. പിന്നീടുള്ളതാണ് അവസാനം ദേവാലയം 47-ാം അധ്യായം 1 മുതൽ 12 വാക്യങ്ങളിൽ ദേവാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു അരുവി, ദേവാലയത്തിനുള്ളിൽ ഒരു അരുവി ഉത്ഭവിക്കുക. ആദ്യം പാദം മൂടി മാത്രമുള്ള വെള്ളമാണ്. അത് സാധാരണ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന കിഴക്കോട്ട് ഒഴുകുന്നു. ആ മരുഭൂമിയിൽ ഒഴുകി വലിയൊരു നദിയായി മാറുന്നു. ഇതെല്ലാം സന്ദേശങ്ങളുള്ളതാണ്. അത് ഭാവിയിൽ ജെറുസലേമിൽ നിന്നും ജെറുസലേം അനുഗ്രഹങ്ങൾ സ്രോതസ്സായി തീരും എന്ന് പറയുന്ന പുള്ളിയെ അറിയിക്കാൻ വേണ്ടിയുള്ള ദർശനമായിരുന്നു. ഈ 10 ദർശനങ്ങൾ ഒന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയും 12, 24 ഉണ്ട്. അത് നമുക്ക് പറയാൻ സമയം കിട്ടുമെന്നുള്ള വിചാരത്തിലാണ് ഇതൊന്ന് പറയാം. 1-ാം അധ്യായം 4 മുതൽ 28 വാക്യങ്ങൾ നിങ്ങൾക്ക് ബൈബിൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ മറിച്ച് നോക്കാം. ഞാൻ പറയുമ്പോൾ ആ പുസ്തകത്തിന് മറിച്ച് നോക്കാം. പിന്നെ എഴുതേണ്ട ഭാഗത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ടത് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സാധാരണ വായിക്കുന്നവർക്ക് മനസ്സിലാക്കിയല്ല. കാരണം വെളിപാട് സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ തല പൊളിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിന് യെസക്കേൽ പ്രവാചകന് പ്രവാചക വിളി കിട്ടിയത് ദൈവത്തിൽ നിന്നാണ്. ദൈവം തന്നെ നേരിട്ട് നൽകിയ ഒരു വിളിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്ന ആ രഥമല്ല അദ്ദേഹം കാണുന്നത്. 4 മൃഗങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്ന ആ രഥമല്ല അദ്ദേഹം കാണുന്നത്. അപ്പം അതിന്റെ ഒത്തിരി വിശദാംശങ്ങളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. അത് ദൈവത്തിന്റെ മഹത്വം അദ്ദേഹം കാണുകയാണ്. ആ ദൈവമാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇനി അടുത്തത് വിഷൻ ഓഫ് ദി സിൻസ് ഓഫ് ജെറുസലേം. ജെറുസലേമിലെ പാപങ്ങൾ അവർ ചെയ്യുന്ന പാപങ്ങളെ കുറിച്ചാണ് പറയുക. ജെറുസലേമിലേക്ക് അവർ പോവുകയാണ്. എസെക്കിയേലിനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. 8-ാം അധ്യായം 1 മുതൽ 18 വരെ വാക്യങ്ങൾ. അവിടെ 4 ദർശനങ്ങൾ അദ്ദേഹം കാണുന്നുണ്ട്. 4 ദർശനങ്ങൾ. 1-ാമത്തെ ദർശനത്തിൽ കുറെ പേര്, അത് പാപങ്ങളാന്ന് ഓർക്കണം, ജെറുസലേം ദേവാലയത്തെ കാര്യങ്ങൾ പറയുക. അവിടെ 4 തരത്തിലുള്ള പാപങ്ങൾ നടക്കുകയാണ്. അതെല്ലാം വിഗ്രഹാരാധനയാണ്. ഒന്ന് അഷേറ, ഒരു ദേവതയാണ്. കുറെ പേര് കൂടി അഷേറായെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു.
ജെറുസലേം ദേവാലയത്തിലാണ് തുറക്കുക. രണ്ടാമത്തെ ദർശനത്തിൽ ഈജിപ്ഷ്യൻ ആരാധന, ഈജിപ്തില് ആ ദൈവത്തെ ആരാധിക്കുക. കുറെ മൂപ്പന്മാർ കൂടി 70 മൂപ്പന്മാർ കൂടി ഈജിപ്ഷ്യൻ രീതിയിലുള്ള ആരാധന നടത്തുകയാണ് ജെറുസലേം ദേവാലയത്തില്. മൂന്നാമത്തെ ദർശനത്തില് പ്രവാചകൻ കാണുന്ന കുറെ സ്ത്രീകൾ ഒരുമിച്ച് കൂടി തമ്മൂസ് എന്ന ദേവന് വേണ്ടി കരയുക. തമ്മൂസ് ദേവൻ മരിക്കും ഉയർക്കും, മരിക്കുമ്പോൾ എല്ലാവരും കരയും. അതാണ് അവരുടെ കാലം കാറുന്നത്. ഈ ദേവന്മാരെല്ലാം മരിക്കുന്നത് അനുസരിച്ചാണ് കാലം മാറുന്നത് വിചാരിച്ചു. അപ്പൊ തമ്മൂസ് ദേവന് വേണ്ടി കരയുന്ന സ്ത്രീകളെയാണ് കാണുക. നാലാമത്തേതില് സൂര്യദേവനെ ആരാധിക്കുന്ന 25 പേരെ കാണുക. അങ്ങനെ ജെറുസലേം നടന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങളെക്കുറിച്ച്, വലിയ തെറ്റുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് വിഗ്രഹാരാധനയെക്കുറിച്ചാണ് അദ്ദേഹത്തിന് കിട്ടിയ വിഷൻ. അടുത്തത് 9-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഒരു എഴുത്തുപകരണങ്ങൾ കൈ പിടിച്ച ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ നയിച്ചുകൊണ്ട് പോകുന്ന 6 കൊലയാളികളെ കാണുക. 6 കൊലയാളികൾ. അവരെ വിടുത്ത എങ്ങോട്ടാണ്? ഈ പാപങ്ങൾ നിറഞ്ഞ ജെറുസലേം നഗരത്തിലേക്ക് കൂടിയാണ്. അവിടെ പാപം ചെയ്യാത്ത നിർദോഷികളായ മനുഷ്യരുടെ നെറ്റിയില് ഹെബ്രു ഭാഷയിൽ അവസാനത്തെ ലെറ്ററായ താവ് എന്ന് അവതരിപ്പിക്കും. താവ് എന്ന് എഴുതണം. അവര് എഴുതിയിട്ട് അത് ആ അടയാളമുള്ളവരെ മാത്രം ഇവർ കൊല്ലുന്നില്ല, ബാക്കി പാപം ചെയ്ത എല്ലാവരെയും കൊല്ലുന്ന ദർശനമാണ് അദ്ദേഹം കാണുക. പിന്നീട് കാണുന്നത് ചുഴലുന്ന ചക്രങ്ങളുള്ള രഥസിംഹാസന ദർശനം. ഒരു സിംഹാസനം കാണുകയാണ്. ആ സിംഹാസനത്തില് ദേവാലയത്തിന്റെ ശ്രീകോവിലിൽ നിന്നും, അതായത് നമുക്കറിയാം ജെറുസലേം ദേവാലയത്തില് ബലിയർപ്പണം നടക്കുന്നുണ്ട്. അപ്പോഴും അവിടെ തീക്കട്ടയുണ്ട്, തീ എപ്പോഴും ഉണ്ട്. അവിടെ തീക്കട്ട എടുത്തിട്ട് ഈ രഥത്തിൽ വന്ന ആളുകള് ജെറുസലേമിൽ നേരത്തെ പറഞ്ഞ ആളുകൾ കൊന്നിട്ട ഡെഡ് ബോഡീസ് മുഴുവൻ, ശവശരീരങ്ങൾ മുഴുവൻ കത്തിച്ചു കളയുക. അപ്പം തെറ്റ് നിറഞ്ഞ ജെറുസലേം നഗരത്തെ ആളുകളെ കൊല്ലുന്നതോടൊപ്പം തന്നെ തീയിൽ അഗ്നിശോധന വരുത്തുകയാണ്. അതിനെ ജെറുസലേം പാപം നിറഞ്ഞ, തെറ്റ് നിറഞ്ഞ ജെറുസലേം നഗരത്തെ ശുദ്ധീകരിക്കുന്ന ദർശനമാണ് അദ്ദേഹം കാണുക. അടുത്ത് നമ്മൾ കാണുന്നത് 10-ാം അധ്യായം 22, 22 വാക്യങ്ങളും 11, 22, 25 വാക്യങ്ങളും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കബോദ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവമഹത്വം ആണ്. ദേവാലയത്തിൽ ദൈവമഹത്വം ഉള്ളതുകൊണ്ട്, ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ആ ദേവാലയം തന്നെ പറയുക. അത് നിങ്ങൾ ഉറക്കിയ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പണ്ട് നമ്മുടെ എല്ലാം പള്ളികളെല്ലാം ദേവാലയം എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മനുവച്ചൻ പരിഹാരത്തുണ്ടായിരുന്നപ്പോൾ അവിടെ പുതിയ ബോർഡ് വെക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ദേവാലയം എഴുതിയെങ്കിലും ഞാനത് പറഞ്ഞിട്ട് മാറ്റി ദൈവാലയം എന്നാക്കി. അപ്പോൾ നിങ്ങൾ ദിവ്യ പത്രത്തിലോ നമ്മുടെ പുസ്തകങ്ങളിലും പത്രങ്ങളിൽ വരുമ്പോൾ ഇപ്പം ദേവാലയം ആരും ഉപയോഗിക്കുന്നില്ല, ദൈവാലയം എന്നാണ് ഉപയോഗിക്കുക. ദൈവാലയം. കാരണം നമ്മുടെ പള്ളിയൊന്നും ദേവന്റെ ആലയമല്ല, ദൈവാലയമാണ്. ഞാനത് ആദ്യം എൻ്റെ കമന്ററികൾ എഴുതിപ്പോൾ ചിലരെല്ലാം അതിന് എതിർപ്പ് പറഞ്ഞെങ്കിലും ഇപ്പം എല്ലാവരും തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട്. ദേവന്റെ ആലയമല്ല, ദൈവാലയം. നമ്മുടെ പള്ളികളെല്ലാം നമ്മൾ പറയുമ്പോൾ നമ്മൾ ദേവാലയം എന്നൊക്കെ നമ്മുടെ പുസ്തകം അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും പറയുമ്പോൾ ആ ദൈവാലയം ആക്കി പറയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ദൈവാലയത്തിന്റെ പ്രാധാന്യം ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്, ദൈവമഹത്വം അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇതുള്ളത് 11-ാം അധ്യായം 1 മുതൽ 13 വരെ വാക്യങ്ങളിൽ പാചകപാത്രത്തിന്റെയും ഇറച്ചിയുടെയും ദർശനമാണ്. പാചകപാത്രത്തിന്റെയും ഇറച്ചിയുടെയും ഈ ദർശനത്തിൽ കാണുന്നത് ഒരു ചട്ടിയിൽ ഇറച്ചി കഷ്ണം ഇട്ടിട്ട് വേവിക്കുക, അടി തീയുണ്ട്. അപ്പം ചിലർ കൈയൊട്ടിച്ചത് സന്തോഷിക്കുക, കാരണം നല്ല ഇറച്ചി ഇപ്പം നന്നായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിക്കുന്നു. അത് അവർ പറയുന്ന ഇതിനകത്ത് 2 തരം ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഒന്ന് മിഥ്യയായ സുരക്ഷിത ബോധം. അതായത് ഈ ഇറച്ചി വിചാരിക്കുന്നത് ഞാൻ ഈ ചട്ടിക്കകത്തല്ലേ, തീ എന്നിലേക്ക് ഇരിക്കുകയല്ലോ, അവിടെ ഞാൻ സുരക്ഷിതമാണ്. അതാണ് സുരക്ഷിത മിഥ്യാബോധം. അതൊന്ന്. രണ്ടാമത്തേത് ഞാൻ ചട്ടിക്കകത്തല്ലേ, രക്ഷപ്പെടാൻ മാർഗമില്ലല്ലോ, അതുകൊണ്ട് 100% നിരാശബോധം. അങ്ങനെ 2 തരത്തിൽ ഇതിനെ പരിഗണിക്കാം. ഒന്ന് മിഥ്യമായ സുരക്ഷിത ബോധം, 2 100% നിരാശബോധം. അങ്ങനെയാണ് ഈ ദർശനത്തെ വ്യാഖ്യാനിക്കുക. ഓർക്കുക, പ്രവാചകന്മാരുടെ പുസ്തകത്തിലെ ദർശനങ്ങൾ നമ്മൾ ആ ദർശനം അതേപടി വായിച്ചാൽ പ്രവാചകൻ തിരിയല്ല, നമ്മൾ വായിക്കുന്നക്കാർക്കും തിരിയല്ല. അതുകൊണ്ട്
പ്രവാചകൻ പോലും വെളിപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അവസാനത്തെ പുസ്തകം വായിക്കുമ്പോൾ എപ്പോഴും ചോദിക്കും, അതിൻ്റെ ഇന്റർപ്രറ്റിംഗ് ഏജന്റിനോട് ചോദിക്കും, വ്യാഖ്യാനിക്കുന്ന മാലാഖയോട് ഇതിന്റെ അർത്ഥം എന്താ, ഇതിന്റെ അർത്ഥം എന്താ, അത് വ്യാഖ്യാനിച്ചു കൊടുത്താലേ തിരിയുള്ളൂ എന്ന് പറഞ്ഞാൽ ദർശനങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു തന്നാലേ, വ്യാഖ്യാനിച്ചു കൊടുത്താലേ നമുക്ക് തിരിയുള്ളൂ. പ്രവാചകന് പോലും പലപ്പോഴും ആ ദർശനങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ തിരിയുള്ളൂ. അടുത്തത് 37 അധ്യായത്തിലേക്ക് ചാടി പോവുകയാണ്. 37 അധ്യായം അതാണ് അസ്ഥികളുടെ താഴ്വര. അവിടെ അദ്ദേഹത്തെ കൊണ്ട് നിർത്തി ട്രാൻസ്ലൊക്കേഷൻ. അവിടെ നിന്ന് ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ മത്സരത്തെ കൊണ്ട് നിർത്തിയിട്ട് താഴ്വര മുഴുവൻ അസ്ഥികളാണ്, അതായത് മരിച്ചുപോയ മനുഷ്യരുടെ അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് ചോദിച്ചു, ഇതിന് എന്ത് സംഭവിക്കും, എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇവൻ തിരിച്ച് ജീവൻ മുക്കോ, അതും എനിക്കറിഞ്ഞുകൂടാ. എല്ലാം ദൈവത്തിന് ഇട്ട് കൊടുക്കുക. ആ അസ്ഥികളോട് പ്രവചിക്കാൻ പറയുന്ന ആ ദർശനമാണ്. അതെല്ലാം ഇങ്ങനെ സാധാരണ ഗതിയിൽ അസ്ഥികൾ ഒരിക്കലും പഴകിപ്പോയ ദ്രവിച്ചു പോയ അസ്ഥികൾ ഒരിക്കലും ജീവൻ വെക്കുകയില്ല. എന്നാൽ അവയെല്ലാം ജീവൻ വയ്ക്കുന്ന ഒരു ദർശനമാണ് എസെക്കിയേൽ പ്രവാചകന് അവിടെ ദൈവം നൽകുന്നത്. അതിനും പല സന്ദേശങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേൽ ജനം ഈ അസ്ഥി കൂമ്പാരം പോലെയാണ്. അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവർ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇനി അവർക്ക് തിരിച്ചു വരണമെങ്കിൽ ദൈവത്തിന് ശക്തി, അവരുടെ സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ദൈവം വിചാരിച്ചാൽ അവരെ തിരിച്ചു കൊണ്ടുവരാം. അതായത് ദൈവത്തിന്റെ കരുണയാൽ അവർ തിരിച്ചു വരുമെന്നുള്ള ആ ബോധ്യം ദൈവത്തിന് കൊടുക്കുകയാണ്. ഈ ബോധ്യം ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കും. അതാണ് അസ്ഥി കൂമ്പാരങ്ങളുടെ ദർശനത്തിന്റെ ഒരു കാര്യം. അത് ക്രൈസ്തവരായ നമ്മൾ മരിച്ചവര് ഉയർപ്പിനെ കുറിച്ചെല്ലാം ഉള്ള പഠനത്തിന്റെ നാന്ദിയായിട്ട് എടുക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന അറിഞ്ഞുകൂടാ, ഈ പ്രവാചകന്മാരുടെ കാലത്തൊന്നും യഹൂദന്മാർക്ക് ഉത്ഥാനത്തിലുള്ള മരിച്ചതിന് ശേഷമുള്ള ഉയർപ്പിനെ പറ്റിയുള്ള വിശ്വാസമില്ലായിരുന്നു. അതെല്ലാം 2-ാം നൂറ്റാണ്ട് BC-യിലാണ് ഉണ്ടായത്. ഇതെല്ലാം ഒത്തിരി കാലം കഴിഞ്ഞു. അപ്പം മരിക്കുമ്പോൾ കല്ലറയിലെല്ലാം അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന കാലത്താണ്. അപ്പോൾ പിന്നെ നമ്മൾ ക്രൈസ്തവ സഭയുടെ കാലത്താണ് ഇതെല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക അർത്ഥമുണ്ട്, ഉത്ഥാനത്തെക്കുറിച്ചുള്ള അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ 43-ാം അധ്യായം അല്ല 40 മുതൽ 42 വരെ അധ്യായങ്ങളിൽ ദേവാലയത്തെക്കുറിച്ചുള്ള ഉള്ള ദർശനമാണ്. ദേവാലയം എങ്ങനെയായിരുന്നു, എത്ര അടി നീളമുണ്ടായിരുന്നു, എത്രയുള്ള അതിനെപ്പറ്റിയുള്ള വിശദമായ ഒരു ദർശനം പുള്ളി കൊടുക്കുക. ഓരോ ഗേറ്റിനും അവിടെ കൊണ്ട് നിർത്തി അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആ ദർശനമാണ് ടെമ്പിൾ. അതായത് നമുക്ക് 2 സ്ഥലത്ത്, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലും ഇവിടെയും ജെറുസലേം ദേവാലയത്തിന്റെ ആകൃതിയെക്കുറിച്ചും മുഴുപ്പിനെ കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളുമുണ്ട്. ഇത് രണ്ടും എല്ലാം ഒരുപോലെയല്ല, അല്പ വ്യത്യാസങ്ങളുണ്ട്. കൂടുതലും രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് കൂടുതൽ ആളുകളും ചരിത്രപരമായിട്ട് ആശ്രയിക്കുന്നത്. പിന്നെ 43-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളിൽ കബോദ്, ദൈവത്തിന്റെ മഹത്വം തിരിച്ചു വരിക. അതായത് ചരിത്രത്തിൽ ഉടനെ വരുന്നതല്ല, ഭാവിയിൽ അദ്ദേഹം കാണുകയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ജെറുസലേം നഗരവും ജെറുസലേം എല്ലാം നശിപ്പിക്കപ്പെടുമെന്ന് പ്രവചിച്ച ആളാണ്. പ്രവചിച്ചെങ്കിലും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇതെല്ലാം നശിപ്പിക്കപ്പെട്ടാൽ വീണ്ടും ഇതെല്ലാം ദൈവം പുനരുദ്ധരിക്കും. ദൈവത്തിന്റെ കരുണയിൽ ഇസ്രായേൽക്കാരുടെ എന്തെങ്കിലും മിടുക്കൊണ്ടല്ല, ദൈവത്തിന്റെ യഹോവയുടെ കരുണയിൽ ഇതെല്ലാം പുനരുദ്ധരിക്കപ്പെടുമെന്ന് പറയുന്നു. അങ്ങനെ പുനരുദ്ധരിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വീണ്ടും ആ ദൈവാലയത്തിൽ എത്തിച്ചേരുമെന്ന് ഉള്ള ആ ദർശനമാണ് അദ്ദേഹം കൊടുക്കുക. പിന്നെയാണ് 10-ാമത്തെ ദർശനത്തിൽ 47-ാം അധ്യായം 1 മുതൽ 12 വാക്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ തമാശയായിട്ട് തോന്നും. ദേവാലയത്തിനുള്ളിൽ നിന്ന് ചെറിയ ഒരു അരുവി പൊട്ടിപ്പുറപ്പെടുകയാണ്. ആദ്യം അദ്ദേഹത്തിന് നമുക്ക് കാൽപാദം മൂടുന്നിടത്ത് വെള്ളമുണ്ട്. അത് പുറത്തോട്ട് പോയി കിഴക്ക് ഭാഗത്തേക്ക് പോവുക. കിഴക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ മരുഭൂമിയാണ്. പോകുന്ന വഴിക്കെല്ലാം മരുഭൂമിയെല്ലാം മാറ്റുകയാണ്. അങ്ങനെ വലിയൊരു നദിയായി മാറുകയാണ്. ആ ദർശനത്തിൽ അദ്ദേഹം ചോദിക്കുന്നത് എന്താ സംഭവം? അതായത് ആ ഭാവിയിൽ ജെറുസലേം അനുഗ്രഹങ്ങളുടെ ഒരു സ്രോതസ്സായി മാറും. നമുക്കറിയാം, ജെറുസലേം ദേവാലയം 515 വീണ്ടും പണി കഴിച്ചു. അത് AD 70 കർത്താവ് പറഞ്ഞ പ്രവചനം അനുസരിച്ച് നശിപ്പിക്കപ്പെട്ടു. അപ്പം അവിടുന്ന് ഈ പറഞ്ഞ എസെക്കിയേൽ പ്രവാചകൻ കണ്ട ആ ദർശനം, ജെറുസലേമിൽ നിന്നും പ്രവചനത്തിന്റെ അനുഗ്രഹത്തിന്റെ നദി ഒഴുകുമെന്നത് ഇപ്പം നമുക്കറിയാം. കർത്താവിന്റെ പ്രവർത്തനത്തോടുകൂടി, ക്രൈസ്റ്റ് ഇവന്റോടുകൂടി അവിടെ യഥാർത്ഥത്തിൽ മറ്റൊരു രീതിയിൽ ഈ പ്രവചനം പൂർത്തിയായെന്ന് നമുക്ക് അറിയാൻ പറ്റും. അടുത്തത് നമ്മൾ കാണുന്നത് പാരബിൾസ് ആണ്.
ഉപമകളും രൂപകങ്ങളുമാണ്. പാരബിൾസ് 12 ഉപമകളും പാരബിൾസും ഉണ്ട്. അതായത് പാരബിൾ നിങ്ങൾക്കറിയാം, ഉപമകൾ അല്ലെങ്കിൽ രൂപകങ്ങൾ എന്നാണ് പറയുക. അതിൽ ആദ്യത്തേത്, അത് നമ്മൾ ഈ ദർശനം മനസ്സിലാക്കുന്നതാണ്. ഇതെല്ലാം വിഷമമാണ് മനസ്സിലാക്കാൻ. അത് വെറുതെ വായിച്ച ഒട്ടും തിരിയല്ല. അതുകൊണ്ട് സൂക്ഷിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്ന സമയത്ത് എല്ലാം വായിച്ചു നോക്കാൻ പറ്റില്ല. പക്ഷെ ബൈബിൾ തുറന്നു വെച്ചിട്ട് 15-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ, 15-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളിൽ കരിഞ്ഞ മുന്തിരിത്തണ്ടിന്റെ ഉപമയാണ്. കരിഞ്ഞ മുന്തിരിത്തണ്ടിന്റെ ഉപമ വായിക്കാൻ നേരമില്ല. അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പിള്ളേരോട് പറയും, അത് വായിക്കണം. വായിച്ചിട്ട് അത് മുന്നോട്ട് പോകുള്ളൂ. 2-3 വാക്യമെങ്കിലും ഞാൻ വായിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. എന്നാലേ അവർക്ക് അത് മുഴുവൻ മനസ്സിലാകുള്ളൂ. അത് ഇതിനകത്ത് മുന്തിരി, നമുക്കറിയാം, ഇസ്രായേലിനെ മുന്തിരിച്ചെടിയായിട്ട് ഉപമിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ പ്രതീകമാണ് മുന്തിരിച്ചെടി. ഇവിടെ കാണുന്നത് 2 അറ്റവും കരിഞ്ഞ ഒരു മുന്തിരിത്തണ്ടാണ്. 2 അറ്റം കരിഞ്ഞ ഒരു മുന്തിരിത്തണ്ട്. എന്താണ് 2 അറ്റവും? മുന്തിരിത്തണ്ട് ഇസ്രായേലാണ്. 2 അറ്റം കരിഞ്ഞ എന്തുകൊണ്ടാണ്? 722-ലും 598-ലും 2 ആക്രമണങ്ങൾ ഉണ്ടായി. 722-ല് വടക്കൻ ഇസ്രായേലും 598-ല് എസെക്കിയേലിനെ പോലും ബാബിലോണിലേക്ക് കൊണ്ടുവന്ന ആക്രമണം. അങ്ങനെ 2 ആക്രമണങ്ങൾ കൊണ്ട് ഈ 2 അറ്റവും ഈ ഇതിന്റെ മുന്തിരിത്തണ്ടിന്റെ 2 അറ്റവും കരിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ അതാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ സ്ഥിതി. അന്ന് എസെക്കിയേൽ പറയുന്ന കാലത്ത് ഇസ്രായേലിന്റെ സ്ഥിതി 2 അറ്റവും കരിഞ്ഞ മുന്തിരിത്തണ്ട് പോലെയാണ് ഇസ്രായേൽ എന്ന് റൂമയിലൂടെ അദ്ദേഹം പറയുകയാണ്. അതാണ് 15-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ കാണുക. പിന്നെ ഉള്ളത് ഭയങ്കര തമാശയാണ്, നമ്മളെ സൂക്ഷിച്ചു വായിക്കേണ്ടതാണ്. 16-ാം അധ്യായം 1 മുതൽ 63 വരെയുള്ള വാക്യങ്ങൾ. 16-ാം അധ്യായം 1 മുതൽ 63 വരെ നീണ്ട അധ്യായമാണ്. അത് സാവധാനത്തിൽ നിങ്ങൾ എപ്പോഴും വായിക്കുക. നമുക്ക് കർത്താവ് യഹോവയായ ദൈവം ഇസ്രായേലിന് പറയുകയാണ്, നിങ്ങൾ ആരായിരുന്നു നിങ്ങൾക്കറിയാവോ? ഉപേക്ഷിക്കപ്പെട്ട നവജാത ശിശു പുക്കിൾക്കൊടി പ്രസവിച്ച ഉടനെ, ഒരു സ്ത്രീ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു. പുക്കിൾക്കൊടി പോലും അതിനെ വെട്ടി മാറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിസ്സഹായ ഒരു കുഞ്ഞ് ആയിരുന്നു നിങ്ങൾ. ആ കുഞ്ഞിനെ ഞാൻ എടുത്തു വളർത്തി വലുതാക്കിയിട്ട് ഞാൻ ആ കുഞ്ഞുമായിട്ട് വലുതായ യുവതിയായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. ആ യുവതിയെ ഞാൻ തന്നെ പ്രതീകാത്മകമായിട്ട് വിവാഹം കഴിച്ചു. പക്ഷേ അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തു. ഒരു നവവധുവിന് കൊടുക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ കൊടുത്തു. പക്ഷേ അവള് മറ്റു കനവുമാരെ പുറകെ പോയി. അതാണ് ജെറുസലേമിന് സ്ഥിതി എന്ന് ഈ നീണ്ട ഉപമയിലൂടെ അല്ലെങ്കിൽ രൂപത്തിലൂടെ എസെക്കിയേൽ പ്രവാചകൻ പറയുകയാണ്. ഇവിടെ എപ്പോഴും പ്രവാചകന്മാരെ കാമുകന്മാരെ പോവുക എന്നൊക്കെ പറയുമ്പോൾ യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റു ദേവന്മാരെ പുറകെ പോകുന്നതിനാണ് ഇങ്ങനെ പറയുക. യഹോവയാണ് ഇസ്രായേലിന്റെ ഭർത്താവ്. ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റ് അശേര, തമൂസ്, മറ്റ് ദേവന്മാരുടെ പുറകെ പോകുമ്പോൾ അതിന് പറയുന്നതാണ് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന രീതി. അതാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ സ്ഥിതി. അതുകൊണ്ടാണ് അവർക്ക് ഈ ബാബിലോണിന്റെ അടിമത്തിൽ എത്തിപ്പെടേണ്ടതെന്ന് ഈ അദ്ദേഹം എസെക്കിയേൽ പ്രവാചകൻ പറയുകയാണ്. പിന്നെ കാണുന്നത് 17-ാം അധ്യായം കഴുകന്മാരുടെ അലിഗറി അല്ലെങ്കിൽ രൂപകം. 2 കഴുകന്മാരുടെ രൂപകമാണ്. 17-ാം അധ്യായം 1 മുതൽ 21 വരെ വാക്യങ്ങൾ. ഏതാണ് 2 കഴുകന്മാര്? ഒന്ന് ബാബിലോൺ, 2 ഈജിപ്ത്. അന്നത്തെ 2 വേൾഡ് പവേഴ്സ് ആയിരുന്നു. ഒന്ന് ബാബിലോണും ഒന്ന് ഈജിപ്തും. ആ 2 കഴുകന്മാര് കൊത്തിക്കൊണ്ട് പോകുന്ന കഴുകന്മാരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ജനതയായിട്ടാണ് ഇവിടെ 2 കഴുകന്മാരുടെ രൂപം പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ അവതരിപ്പിക്കുന്നത്. ഒന്ന് ചിലപ്പോൾ അവർ ബാബിലോണിന്റെ പുറകെ പോകും, ചിലപ്പോൾ ഈജിപ്തിന്റെ പുറകെ പോകും. 2 കഴുകന്മാരാണ്. അവരല്ല ഇസ്രായേലിന്റെ യഥാർത്ഥ രക്ഷകൻ എന്ന് അവർ അറിഞ്ഞില്ല. പിന്നെയുള്ളത് ദേവദാരു മരത്തിന്റെ കഥ. ദേവദാരു, ഫേബിൾ ഓഫ് സെഡാർ. ഫേബിൾ എന്ന് പറഞ്ഞ കഥയാണ്. മരങ്ങളും മൃഗങ്ങളെയും കൊണ്ടുള്ള കഥയ്ക്കാണ് ഫേബിൾ എന്ന് പറയുക. ദേവദാരു മരത്തിന്റെ കഥ. എന്താണ് ഇതിനാൽ പറയുക? 2 വാക്യങ്ങളേ ഉള്ളൂ.
ദേവദാരു മരം ലെബനോണിലെ വലിയ മരങ്ങളാണ്. ദേവദാരിന് മുകളിൽ നിന്ന് ചെറിയൊരു കമ്പ് അടർത്തിക്കൊണ്ടുവന്ന് ഇസ്രായേൽ മലയുടെ മുകളിൽ, യഹൂദ മലയുടെ മുകളിൽ സ്ഥാപിച്ചു. അത് വളർന്ന് വലുതാകുന്നു. അത് ഭാവിയിൽ ദാവീദിനെ കുറിച്ച്, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന യഹൂദ വംശത്തിൽ അല്ലെങ്കിൽ ദാവീദിന്റെ വംശത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു രാജാവിനെ കുറിച്ചുള്ള യെസയ്യാ പ്രവാചകന്റെ ഭാവിയില് ദാവീദിന്റെ വംശത്തിൽ നിന്ന് വീണ്ടും ഒരു വരുമെന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെയുള്ളതാണ് വാടിക്കരിഞ്ഞ മുന്തിരിവള്ളി. ഇപ്പൊ കരിഞ്ഞ മുന്തിരിവള്ളി പറഞ്ഞ് ഇത് വാടിപ്പോയ മുന്തിരിവള്ളി. എന്താണ് വാടിപ്പോയ മുന്തിരിവള്ളിയെ പറ്റി പറയുന്നത്? വാടിക്കരിഞ്ഞ മുന്തിരിവള്ളിയാണ്. നന്നായിട്ട് തളർച്ച വളർന്ന മുന്തിരിവള്ളിയായിരുന്നു ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്. ഇവ വാടിക്കഴിഞ്ഞിരിക്കുന്ന കാരണം അവർ വിപ്രവാസത്തിലാണ്. വിപ്രവാസത്തെക്കുറിച്ച് പറയുന്ന ഒരു രൂപകമാണ് അല്ലെങ്കിൽ ഉപമയാണ്. അപ്പൊ ഈ വാടിക്കരിഞ്ഞ ഈ മുന്തിരിത്തണ്ടിനെ പറ്റി പറയുന്നു. അത് 19-ാം അധ്യായം 10 മുതൽ 14 വരെയാണ്. പിന്നെയുള്ളത് നമുക്ക് 23-ാം അധ്യായത്തിൽ നീണ്ട അധ്യായം കൂടി ഉണ്ട്. 23-ാം അധ്യായം 1 മുതൽ 49 വാക്യങ്ങൾ. ഒഹോലിബ. ഒഹോല എന്ന് പറഞ്ഞാൽ അവളുടെ കൂടാരം, വാക്കിന്റെ അർത്ഥം. ഒഹോലിബ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടാരം അവളിൽ. ഇതിനും വലിയ അർത്ഥം, വലിയതെല്ലാം തമാശയായിട്ട് എഴുതിക്കുന്നതാണ്. അതായത് ഇസ്രായേൽ യൂദ, അതായത് ജെറുസലേം ഇസ്രായേൽക്കാരെ ഒരു രാജ്യമായിരുന്നു. അത് സോളമന്റെ മകൻ റഹോബാവിന്റെ കാലത്ത് രണ്ടായി തിരിഞ്ഞു. വടക്കൻ ഇസ്രായേലും തെക്കൻ യൂദായും. അവരെ രണ്ടുപേരും യഹോവയെ ഉപേക്ഷിച്ച് മറ്റു ദൈവങ്ങളുടെ പുറകെ പോകുന്നതിനെ പറ്റി ആണ് ഇവിടെ പറയുക. ഒഹോല അവളുടെ കൂടാരം അവിടെ, അതായത് വടക്കൻ ഇസ്രായേൽ സ്വന്തമായിട്ട് അവിടെ ആരാധന സ്ഥലങ്ങളുണ്ടായി. രണ്ടാമത്തെ ഒഹോലിബ, അതിന്റെ അർത്ഥം എൻ്റെ കൂടാരം അവളിൽ, അതായത് യൂദായില് ജെറുസലേമില് യഹോവ കൂടാരം ഉണ്ടാക്കി. അപ്പം ജെറുസലേം വടക്കൻ ഇസ്രായേലിനെ കുറിച്ചും തെക്കൻ യൂദായെക്കുറിച്ചുമുള്ള ഒരു രൂപകമാണ്, ഉപമയാണ് ഇവിടെ പറയുക. രണ്ടുപേരും രണ്ട് തരത്തിലാണ് യഹോവയായിട്ട് പെരുമാറിയത്, ബന്ധപ്പെട്ടതെന്നാണ് ഇവിടെ പറയുക. പിന്നെ വരുന്നത് പാരബിൾസ് ഓഫ് കുക്കിംഗ് പോട്ട്, പാചകപാത്രത്തിന്റെ അന്യോപദേശം. പാചകപാത്രത്തിന്റെ അന്യോപദേശം അതായത് ഒരു നമ്മൾ നേരത്തെ ഇതിനടുത്ത് വരുന്നവരുടെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് ഒരു പാചകപാത്രത്തിൽ അവര് വലിയ സദ്യ ഉണ്ടാക്കുക. അപ്പം യുദ്ധം, നമുക്കൊരു അപകടം ഉണ്ടാകുന്ന ഉദാഹരണത്തിന് ഇപ്പം ഇവിടെ ദുരന്തം ഉണ്ടായി, അല്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റുണ്ടാകാൻ പോവാം. അപ്പം നമ്മൾ വലിയ സദ്യ ഒന്നും ഉണ്ടാക്കാൻ പോവുകയല്ല. എങ്ങനെയെങ്കിലും നമ്മൾ ആവശ്യത്തിന് മുൻകരുതൽ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ആളുകള്, യഹൂദന്മാര്, ഇസ്രായേൽക്കാര് അപകടം വഴിയരികിൽ ഉണ്ടായാലും അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അടുത്ത് വന്നപ്പോഴും ആ ഒരു ഉത്സവത്തിന്റെ പ്രതീതി ആയിരുന്നു എന്നാണ് ഇവിടെ കാണിക്കുക. ഇതിനകത്ത് പറയുക നാശം ഗേറ്റിനടുത്ത് വരെ എത്തി, എന്നിട്ടും അത് ഗൗരവത്തിലെടുത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അവര് പ്രവാസ സ്ഥലത്ത് എത്തിച്ചേർന്നു എന്ന് പറയുകയാണ്. പിന്നെയുള്ള 4 അലിഗറി അല്ലെങ്കിൽ പാരബിൾ, അത് 4ഉം ഈജിപ്തിനെ കുറിച്ചുള്ളതാണ്. ഈജിപ്തിന്റെ പതനത്തെ കുറിച്ചുള്ളതാണ്. 29, 30, 31, 32 ഈ അധ്യായങ്ങളിൽ 4 സ്ഥലത്തായിട്ടാണ്. ചീങ്കണ്ണിയെ പറ്റിയുള്ള ഒരു രൂപകം. ചീങ്കണ്ണി എന്ന് ഉദ്ദേശിക്കുന്ന പറവയാണ് ഈജിപ്തിന്റെ രാജാവായ പറവോ. പിന്നെ 31-ാം അധ്യായത്തിലുള്ളത് ദേവദാരു, വലിയ ദേവദാരു, ഒരു പരിഹാസ കവിതയാണ് അവർ കൊടുത്തിരിക്കുന്നത്. 31-ാം അധ്യായം 1 മുതൽ 18 വരെ അധ്യായം വാങ്ങി കൊടുത്തിരിക്കുന്ന ഒരു പരിഹാസ കവിതയാണ്. ദേവദാരു എന്ന് പറയുന്നത് ഈജിപ്ത് വലിയ മരമാണ്, പക്ഷെ അത് വീണു പോകും. പിന്നെ വീണ്ടും 32-ാം അധ്യായത്തില് ചിങ്കണ്ണിയും ഈജിപ്തിലെ ഭരണാധികാരിയെ കുറിച്ചാണ്. ഈജിപ്തിലെ ഭരണാധികാരി 32-ാം അധ്യായത്തിൽ 2ാം ഭാഗമാണ്. അത് പാതാളത്തിലേക്ക് പതിക്കും. വലിയ പ്രതാപത്തിലിരിക്കുന്ന ഈജിപ്ത് പാതാളത്തിലേക്ക് പതിക്കുമെന്നുള്ള ആ കാര്യമാണ് ഈ 3-4 അധ്യായങ്ങളിലെ രൂപകങ്ങളും ഉപമകളിലും വഴി യെസയ്യാ പ്രവാചകൻ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് പറയാം. 12 പാരബിൾസ് അല്ലെങ്കിൽ രൂപങ്ങളും ഉപമകളുണ്ട്. അതിൽ ആദ്യത്തേത് കരിഞ്ഞ മുന്തിരിത്തണ്ട് രൂപ.
15-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. അതായത് 2 ആക്രമണങ്ങൾ വഴി 722 വടക്കൻ ഇസ്രായേലും 598 തെക്കൻ ഇസ്രായേൽക്കും സംഭവിച്ച ആ 2 യുദ്ധ തോൽവിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതാണ് കരിഞ്ഞ ഒരു മുന്തിരി തണ്ടിന് 2 വശം കരിഞ്ഞിരിക്കുന്നതിൻ്റെ ഉപമ. രണ്ടാമത്തേത് ഉപേക്ഷിക്കപ്പെട്ട നവജാത ശിശു. അതാണ് ജെറുസലേമിന്റെ ഹിസ്റ്ററി ആയിട്ട്, ചരിത്രമായിട്ട് പറയുന്നത്. നവജാത ശിശു നിസ്സഹായ ശിശു ആയിരുന്നു. ആ ശിശുവിനെ യഹോവ എടുത്ത് വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ചു. പക്ഷേ അവള് യഹോവയെ വിട്ട് മറ്റ് ദേവന്മാരുടെ പുറകെ പോയി. നിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും? എന്താണ് ഞാൻ നിന്നോട് ചെയ്യേണ്ടത്? അതാണ് പ്രവാചകനിലൂടെ, അവരുടെ സ്വന്തം ചരിത്രത്തെ പറ്റി പ്രവാചകനിലൂടെ യഹോവ അവരോട് പറയുകയാണ്. പിന്നെ 2 കഴുകന്മാരുടെ 17-ാം അധ്യായം 1:21 കഴുകന്മാരുടെ, ബാബിലോൺ ഈജിപ്താണ് 2 കഴുകന്മാരുടെ പറയുക. പിന്നെ ദേവദാരുവിൻ്റെ കഥ, അത് മാത്രം ഭാവിയിൽ നല്ല രീതി പറയുന്ന, ഭാവിയിൽ ഒരു രാജാവ് ഉണ്ടാകും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യാശയാണ്. പിന്നെ അതിനകത്ത് പറഞ്ഞു വിട്ടുപോയി. 5-ാമത്തെ ഒരെണ്ണമുണ്ട്. 19-ാം അധ്യായം 1 മുതൽ 9 വാക്യങ്ങളിൽ പെൺസിംഹത്തിൻ്റെയും കുഞ്ഞിൻ്റെയും ഉപമയാണ്. പെൺസിംഹം, ലയണസ് ആൻഡ് വെൽപ്സ്. പെൺസിംഹം എന്ന് പറയുന്നത് 19-ാം അധ്യായം 1 മുതൽ 9 വരെ. പെൺസിംഹം എന്ന് പറയുന്നത് ഇസ്രായേല്. 2 കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ജോസിയായുടെ ഒരു പുത്രൻ, അതായത് യഹോയാഹാസ് എന്ന് പേരിട്ട ഒരു പുത്രൻ. ജോസിയ രാജാവ് 609 മരിച്ചപ്പോൾ അദ്ദേഹത്തെ നാട്ടുകാരെല്ലാവരും കൂടി രാജാവാക്കി. ജോസിയയുടെ 2ാമത്തെ മകനായിരുന്നു. പക്ഷേ 609 തന്നെ 3 മാസം കഴിഞ്ഞപ്പം നെക്കോ രാജാവ് തിരികെ മെസപ്പൊട്ടേമിയ പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ ചങ്ങലയിട്ട് പൂട്ടി അദ്ദേഹത്തെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി, യഹോയാഹാസ് എന്ന് പറയുന്ന. എന്നിട്ട് അദ്ദേഹത്തിന് മൂത്ര യഹോയാസിന്റെ ജ്യേഷ്ഠനായ യഹോയാക്കീമിനെ രാജാവാക്കി. ആ യഹോയാക്കീം 598 വരെ രാജ്യം ഭരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ യഹോയാക്കീം 3 മാസത്തേക്ക് ഭരിച്ചു. അദ്ദേഹത്തെയും നെബൂഖദ്നേസർ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അതാണ് ഈ 2 പേരെ ഉദ്ദേശിച്ചാണ് സിംഹവും സിംഹക്കുട്ടികളും. ഈ കുട്ടികളാണ് 2 പേരാണ് ഈജിപ്തിലേക്ക് കൊണ്ടുപോയ യഹോയാഹാസ്, അതായത് ജോസിയയുടെ ഇളയ പുത്രനായ യഹോയാഹാസും പുള്ളിയുടെ ചേട്ടനായ യഹോയാക്കീന്റെ മകനായ യഹോയാക്കീനും അദ്ദേഹത്തെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഇവർ 2 പേരെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ പറയുക. ഇത് യെരമ്യായുടെ പുസ്തകത്തിൽ നമുക്ക് ഇത് തന്നെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ 6-ാമത്തേത് അലിഗറി ഓഫ് ദി വിതേർഡ് വൈൻ, വാടിക്കരഞ്ഞ മുന്തിരിവള്ളി. വിപ്രവാസത്തെ ഉദ്ദേശിച്ച് യെസെക്കിയേൽ പ്രവാചകൻ പറയുന്ന ഒരു ഉപമയാണത്. പിന്നെയാണ് ഒഹോലിബ, അതായത് വടക്കൻ ഇസ്രായേലിൻ്റെയും തെക്കൻ ഇസ്രായേലിൻ്റെയും ആരാധനാ രീതിയെ പറ്റിയാണ്. യഹോവയെ ഉപേക്ഷിച്ച് അവർ വേറെ ആരാധന കേന്ദ്രം ഉണ്ടാക്കി. അത് അവരുടെ സ്വന്തം കൂടാരമാണ്. എന്നാൽ ഒഹോലിബ, അതായത് യൂദായില് എൻ്റെ കൂടാരം, അതായത് യെരൂശലേം ദേവാലയത്തിൽ യഹോവയെ സ്വീകരിച്ചു എന്ന് ഈ ഉപമ വഴി സൂചിപ്പിക്കുകയാണ്. പിന്നെ കുക്കിംഗ് പോട്ട്, അതായത് പാചകത്തിൻ്റെ അന്യോപദേശം. അത് അപകടം ഗേറ്റിൻ്റെ അടുത്ത് വരെ വന്നിട്ട് പോലും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഉത്സവ പ്രതീതിയിൽ ജീവിച്ച യഹൂദരെ ഉദ്ദേശിച്ച്, ഇസ്രായേൽക്കാരെ ഉദ്ദേശിച്ചുള്ള ഒരു ഉപമയാണ്. പിന്നെയുള്ളത് ഇതിനത്തെ 4 29, 31, 32 അധ്യായങ്ങളുള്ളത് 4 ഉപമകളാണ്. ഈ 4 ഉപമകളും ഈജിപ്തിൻ്റെ പതനത്തെക്കുറിച്ചാണ്. ഈ ഈജിപ്റ്റ് വലിയ ആഘോഷത്തിലിരിക്കുകയാണ്, വലിയ ശക്തിയിലിരിക്കുകയാണ്. പക്ഷെ അവരുടെ പതനം പാതാളത്തിലേക്ക് ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി 3-ാമതായിട്ട് നമുക്ക് കാണാൻ പോകുന്നത് അഭിനയിച്ച് കാണിച്ച പ്രവചനങ്ങൾ. എനാക്റ്റഡ് പ്രൊഫസീസ് ഓർ സിംബോളിക് ആക്ഷൻ ആണ് പറയും. എനാക്റ്റഡ് പ്രൊഫസീസ് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ, മേജർ പ്രൊഫറ്റ്സ് എല്ലാവരുടെയും പുസ്തകത്തിലുണ്ട്. നമുക്കറിയാം. ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. 3 പ്രധാനപ്പെട്ട പ്രവാചകന്മാരും അല്ലെങ്കിൽ വലിയ പ്രവാചകന്മാരും 12 ചെറിയ പ്രവാചകന്മാരുമാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഓർമ്മിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കുന്നു വിചാരിക്കുന്നു. അത് പുസ്തകത്തിൽ ബൈബിളിലുള്ള രീതിയിലല്ല, ചരിത്രപരമായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. എല്ലാവരും ഒരുമിച്ച് 12 മുതൽ 15 പ്രവാചകന്മാര്. അതായത് 8-ാം നൂറ്റാണ്ടില് 4 പ്രവാചകന്മാരുണ്ടായിരുന്നു. 8-ാം നൂറ്റാണ്ടില് ആമോസ്, ഹോശയ, യെശയ്യ, മിക്കയ്യ, 4 പേര്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ നോർത്ത് വെച്ച്
8-ാം നൂറ്റാണ്ടിലെ 4 പ്രവാചകന്മാര് ഹോശയ, ആമോസ്, ഹോശയ, യെശയ്യാ, മിക്കയ. 4 പ്രവാചകന്മാര്. എല്ലാവരും കൂട്ടിയാ പറയാ, ചെറുതും എല്ലാവരും കൂട്ടി. 7-ാം നൂറ്റാണ്ടിലെ 3 പ്രവാചകന്മാർ, സെഫണിയ, നാഹും, ഹബക്കൂക്ക്. 3 പ്രവാചകന്മാർ. ഇനി 7-6 നൂറ്റാണ്ടുകളിലെ 3 പ്രവാചകന്മാർ. 7-6 നൂറ്റാണ്ടിൽ 3 പ്രവാചകന്മാർ. അവരാണ് യെരമ്യാ, എസെക്കിയേൽ, ഒബേദ്യ. 3 പേര്. അതിനുശേഷം ആണ് അത് പ്രവാസത്തിന് ശേഷമാണ്. പ്രവാസത്തിന് ശേഷം 6-ാം നൂറ്റാണ്ടിൽ 2 പ്രവാചകന്മാർ, ഹഗായി, സക്കറിയ. പിന്നെ 5-4 നൂറ്റാണ്ടുകളിലുള്ളത് പിന്നുള്ളത് മലാക്കി, ജോയേൽ, ജോന. ഞാൻ 12 പേരുടെയും പേര് എൻ്റെ കാലം അനുസരിച്ച് പറഞ്ഞു. ഞാൻ ബൈബിളിലെ ക്രമം അനുസരിച്ചല്ല, ഞാൻ ചരിത്രത്തിൽ അവർ വന്ന രീതിയിലാണ് പറഞ്ഞത്. നിങ്ങൾ ഓർമ്മിക്കുമെന്ന് വിചാരിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഒന്നുകൂടി പറയാം. 8-ാം നൂറ്റാണ്ടിലെ 4 പ്രവാചകന്മാര്, ആമോസ്, ഹോശയ, യെശയ്യാ, മിക്ക. 7-ാം നൂറ്റാണ്ടിലെ 3 പേര്, സെഫണിയ, നാഹും, ഹബക്കൂക്ക്. പിന്നെ 7-6 നൂറ്റാണ്ടുകളിലെ 3 പേര്, യെരമ്യാ, എസെക്കിയേൽ, ഒബേദ്യ. പിന്നെ വിപ്രാസകാലം വരികയാണ്, ബാബിലോണിന്റെ അടിമത്തം. അതിനുശേഷം ശേഷം ജെറുസലേമിലുള്ളതാണ് ഹഗായി, സക്കറിയ. 6-ാം നൂറ്റാണ്ടിലാണ് ഹഗായി, സക്കറിയ. പിന്നെ 5-4 നൂറ്റാണ്ടിൽ വരുന്ന 3 പേരാണ് മലാക്കി, ജോയേൽ, ജോന. ഇതിലെല്ലാവരും ചരിത്ര പുരുഷന്മാരല്ല എങ്കിലും ഇവർ ഈ ഓർഡറിലാണ് നമ്മൾ അവരെ കണക്കാക്കുന്നത്. അപ്പം എസെക്കിയേൽ പ്രവാചകൻ 7-6 നൂറ്റാണ്ടുകളിൽ, അതായത് എസെക്കിയേലും ജെറമ്യായും ഒരേ കാലഘട്ടത്തിൽ മോറൽ ജീവിച്ച മനുഷ്യരാണ്. ജെറമ്യാ ജെറുസലേമിലായിരുന്നു. അദ്ദേഹത്തെ അവസാനം ഈ ബാബിലോൺ 11-ന് ശേഷം അദ്ദേഹത്തെ ബലമായിട്ട് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അതിനു മുമ്പ് 598 തന്നെ എസെക്കിയേലിനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയിരുന്നു. അങ്ങനെയാണ് ബാബിലോണിലാണ് അദ്ദേഹത്തിന് പ്രവചന വെളി ലഭിച്ചതും അദ്ദേഹത്തിന് പ്രവചന ശുശ്രൂഷ നടന്നതും ബാബിലോണിലാണ്. അദ്ദേഹം മരിച്ചതും അടക്കിയതെല്ലാം ബാബിലോണിലാണ്. ഇനി അദ്ദേഹത്തെ പറ്റി പറയുന്ന അദ്ദേഹത്തിൻ്റെ നമ്മൾ ചിന്തിക്കേണ്ട അവസാനത്തെ കാര്യങ്ങൾ, അഭിനയിച്ച് കാണിച്ച പ്രവചനങ്ങൾ അഭിനയിച്ച് കാണിക്കാൻ പറയും, പറ്റുമോ? സംസാരിച്ച് മാത്രമല്ല, അഭിനയിച്ചും ചെയ്യാൻ പറ്റും. അഭിനയിച്ച് കാണിക്കാൻ പറ്റും. അത് എല്ലാ പ്രവാചകന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാന പ്രവാചകന്മാരെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ യെശയ്യാ പഠിച്ചതാണെങ്കിൽ യെശയ്യായുടെ പുസ്തകത്തിൽ കണ്ടു കാണും. 20-ാം അധ്യായത്തിൽ നഗ്നപാതനായി, വസ്ത്രങ്ങളില്ലാതെ നഗ്നനായിട്ട് നടക്കുന്ന യെശയ്യാ പ്രവാചകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ജെറമ്യാ പുസ്തകം നിങ്ങൾ പഠിച്ചതാണെങ്കിൽ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒത്തിരിയുണ്ട്. അഭിനയിച്ച് കാണിക്കുന്ന പ്രവചന ഗ്രന്ഥം. അതുപോലെ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 12 എനാക്റ്റഡ് പ്രൊഫസിയൽ സിംബോളിക് ആക്ട്സ്, അല്ലെങ്കിൽ ആവിഷ്കൃത പ്രവചനങ്ങൾ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് സവർത്തിത പ്രവചനങ്ങൾ. അഭിനയിച്ച് കാണിച്ച പ്രവചനങ്ങൾ. അഭിനയിച്ച് ഒരു ആക്ട് ചെയ്യുക. അപ്പൊ അയാളൊന്നും പറയുന്നില്ല, ഈ പ്രവാചകൻ ഒന്നും പറയുന്നില്ല. അപ്പം ആളുകൾ ചോദിക്കും, ഇതെന്നാ കാണിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുക. ആദ്യമേ ആരംഭത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ, ആദ്യമേ പറയേണ്ടതാണ്. പ്രവാചകന്മാർ പലരും പ്രാന്തന്മാരെ പോലെയാണ് സാധാരണ മനുഷ്യർക്ക് തോന്നിയത്. നോർത്ത് യെശയ്യാ പ്രവാചകൻ 3 കൊല്ലം തുണി കൊടുക്കാതെ ചെരുപ്പിടാൻ നടന്നാൽ പ്രാന്തൻ നല്ല വിചാരിക്കുള്ളൂ, തനി പ്രാന്തനെ വിചാരിക്കുള്ളൂ. അതുപോലെ പല പ്രവാചകന്മാരുടെ പണി കണ്ടാൽ ശരിക്കും ബോധം നഷ്ടപ്പെട്ട മനുഷ്യരാണെന്ന് വിചാരിക്കും. പക്ഷേ ദൈവം പറയുമ്പോൾ അത് യുക്തി നോക്കാതെ അനുസരിക്കുന്നവരായിരുന്നു പ്രവാചകന്മാർ. അപ്പൊ ഇവിടെയും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഇതെന്തിനാ നേരിട്ട് പറയാവുന്ന ഒരു കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കും. അത് അവരോട് ദൈവം പറഞ്ഞ് അതേപടി അനുസരിക്കുകയാണ് അവർക്ക് അനുകരണീയമായിട്ടുള്ളത്. അല്ലാതെ അവർക്ക് എന്താ ദൈവം ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് പറയേണ്ട കാര്യമില്ല. ഇത് ആദ്യത്തേത് 2-ാം അധ്യായം. ആദ്യത്തേത് ഈറ്റിംഗ് ദി സ്ക്രോൾ, നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് പ്രവാചക വിളിയുടെ സമയത്ത് ഒരു സ്ക്രോൾ കൊടുത്തിട്ട് സ്ക്രോൾ എന്നാൽ ചുരുള് കൊടുത്ത ചുരുളിലുള്ളത് കഷ്ടതകളും വിഷമങ്ങളും എല്ലാം ആണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, വരാൻ പോകുന്ന കഷ്ടതകളെ കുറിച്ച്. എന്നിട്ട് പറഞ്ഞ ഇത് എസെക്കിയേലിനോട് തിന്നാൻ പറഞ്ഞു. എസെക്കിയേൽ അത് തിന്നു, പറഞ്ഞു യാതൊരു മടിയും കൂടാതെ അത് തിന്നു. എന്നാണ് പറയുന്നത്, മധുരിച്ചു. എന്തിനായിരുന്നു എൻ്റെ ഉദ്ദേശം? യഹോവ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പ്രസംഗിക്കേണ്ടത്, അദ്ദേഹം മറ്റുള്ള പറയേണ്ടത്. അപ്പം യഹോവ പറയുന്നത് കൂടാതെ സ്വന്തമായിട്ട് ഒന്നുമില്ല.
എന്ന് കാണിക്കാൻ, യഹോവയായിട്ട് 100% താതാത്മ്യപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. ദൈവം പറഞ്ഞു, യഹോവ പറഞ്ഞു, അങ്ങനെയാണ് അയാൾ സ്ക്രോൾ തിന്നത്. അതിലുള്ള ഇനി പറയാൻ പോകുന്ന അദ്ദേഹം പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ദൈവം എഴുതിയ ആ സ്ക്രോളിൽ എഴുതിയ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയുള്ളൂ, ചെയ്യുള്ളൂ. ഇനിയത്തെ തമാശയായിട്ട് എനിക്ക് തോന്നും, 4 അധ്യായം എടുത്തു നോക്കിയോ, 4-ാം അധ്യായം 1 മുതൽ 1-3 വാക്യങ്ങൾ. എന്താണ്? ഒരു ടൗണിനെ, ഒരു സിറ്റിയെ ഉപരോധിക്കുക, അത് സൈന്യം പിടിച്ചെടുക്കാൻ വേണ്ടി ഉപരോധിക്കുക. അതിനാണ് സീജ്, എനാക്ട്മെന്റ് ഓഫ് എ സീജ് എന്ന് പറഞ്ഞാൽ ഒരു സീജ് ഉപരോധം കാണിക്കുകയാണ്. അതായത് ജെറുസലേം എസെക്കേൽ പ്രവാചകൻ ഒരു ഭാണ്ഡക്കെട്ടെല്ലാം കെട്ടി പുറത്ത് കെട്ടിയിട്ട് ഭിത്തിയിലുള്ള ഒരു പെത്തുണ്ടാക്കി ആ പെത്തിലൂടെ പുറത്തോട്ട് പോകുന്ന ഒരു ആക്ഷനാണ്. പലപ്പോഴും വിചാരിക്കും, എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട്, നേരെ പറഞ്ഞാൽ പോരെ, ഇങ്ങനെ സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ അത് ആക്ട് ചെയ്ത് കാണിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഉപരോധം, ഒരു സിറ്റിയെ ഉപരോധിക്കുന്നത് എങ്ങനെയാ അതിനുശേഷം ഉപരോധിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അടിമത്തിലേക്ക് പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇനി സൈൻ ആക്ട് ഓഫ് ലൈങ് ഓൺ വൺ സൈഡ്, 4-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കാണുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 390 ദിവസം ഒരു വശത്തേക്കും 40 ദിവസം മറ്റു വശത്തേക്കും കിടക്കണം. അത് ഒരു ദിവസത്തെ കണക്കാക്കാം. അപ്പം അത് എന്തുകൊണ്ട്, എങ്ങനെയാണ് ഇത് വരുന്നത്, എങ്ങനെ ഇവിടെ കടന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. എസെക്കേൽ പ്രവാചകൻ ഇങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല പ്രവാചക പ്രവർത്തികളും യുക്തിക്ക് നിരക്കുന്നതല്ല. വേശ്യ വിവാഹം കഴിക്കാൻ ഹോശേയോട് പറഞ്ഞു, യെരമ്യയോട് വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞു, വേശ്യ ഓടിപ്പോയി കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു, നഗ്നനായിട്ട് നടന്നു. ഇതെല്ലാം യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പ്രവാചകന്മാർ ചെയ്തത്. അതുപോലെ ഇദ്ദേഹം നിരക്കാത്ത പല കാര്യങ്ങളായിരിക്കും ഇദ്ദേഹം ഇവിടെ ചെയ്യുക. അതുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും കിടന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് ദൈവം പറഞ്ഞിട്ട് ചെയ്ത് ആയിട്ടാണ് അവതരിപ്പിക്കുക. അത് ഇസ്രായേലിന്റെ പാപത്തിന്റെ വർഷങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം. അടുത്തത് സിംബോളിക് ആക്ട്, അല്ലെങ്കിൽ അഭിനയിച്ച് കാണിക്കുന്ന പ്രവൃത്തി, 4-ാം അധ്യായം 9 മുതൽ 17 വാക്യങ്ങൾ, 9 മുതൽ 17 വാക്യങ്ങളിൽ അത് അതായത് അശുദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുക. അതായത് പുള്ളിയോട് പറഞ്ഞു, അടുക്കളയിൽ ചെന്നിട്ട് ഏറ്റവും മിച്ചമുള്ള എന്തെങ്കിലുമൊക്കെ ബാക്കി മിച്ചം ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി എടുത്തൊരു അപ്പം ആക്കിയിട്ട് നീ അപ്പം ആക്കിയിട്ട് ചുടണം. എങ്ങനെയാണ് ചുടേണ്ടത്? അത് മനുഷ്യന്റെ അമേത്യം എടുത്ത് അത് കട്ടയായിട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, വടക്കേണ്ടിൽ എപ്പോഴും ഉള്ളതാണ്. ചാണകം ഉണക്കാനായിട്ട് മിക്കവാറും നമ്മൾ വില്ലേജിൽ കൂടെ പോകുമ്പോൾ കാണാം, വഴി സൈഡ് ഇങ്ങനെ കൈകൊണ്ട് ചാണകം എടുത്ത് പരത്തി ഉണക്കാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് അടുക്കിക്കൊണ്ട്, നമ്മൾ വിറകടുക്കുന്ന പോലെ വീട്ടിൽ അടുക്കിക്കൊണ്ട് വെക്കും. മഴക്കാലത്ത് അതാണ് കത്തിക്കുന്നത്, ചാണകക്കട്ടയാണ് കത്തിക്കുന്നത്. അപ്പൊ അതുപോലെ മനുഷ്യന്റെ അമേദ്യം ഉണക്കിയ കട്ട എടുത്തിട്ട് അതിന് മുകളിൽ വെറുതെ വെക്കണം, പാത്രത്തിലല്ല, അതിന് മുകളിൽ വെച്ച് ഈ അപ്പം ചൂട്ട് കഴിക്കണം. ഇവിടെ പറഞ്ഞു, ഞാൻ ഉള്ളത് കൊണ്ട് അപ്പം ഉണ്ടാക്കാം, പക്ഷെ ഇത് മാത്രം എനിക്ക് വിഷമമാണ്. എല്ലാം പറയുന്ന പോലെ ചെയ്യുമെങ്കിലും ഇതെനിക്ക് വിഷമാണെന്ന് പറഞ്ഞ് പറഞ്ഞു. അപ്പം അതിനെല്ലാം അർത്ഥമുണ്ട്. എന്നാണ് കാരണം? വരാൻ പോകുന്ന കാലഘട്ടം ഇതുപോലെ തന്നെയായിരിക്കും. തിന്നാൻ കാണുകയില്ല, ദാരിദ്ര്യം കാണും. അതുപോലെ നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് വിജാതിയുടെ നാട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് അശുദ്ധമാണ്. അപ്പം അശുദ്ധമായ നാട്ടിൽ വേറെ ഭക്ഷണം കഴിക്കും, ദാരിദ്ര്യം അവർക്ക് ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മിച്ചം വന്ന കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് അതുകൊണ്ടൊരു അപ്പം ഉണ്ടാക്കി മനുഷ്യന്റെ അമേത്യത്തിൽ ചുടാൻ പറഞ്ഞത്. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് പിന്നെ ഓക്കെ, ചാണകത്തിൽ കട്ടിയെടുത്ത് ചുട്ടാൻ പറഞ്ഞു. അങ്ങനെ ചുട്ട് ഭക്ഷിക്കുന്ന ഒരു അഭിനയിച്ച് കാണിക്കുന്ന ഒരു സംഭവം. അടുത്തത് നമ്മൾ കാണുന്നത് സിംബോളിക് ആക്ട് ഓഫ് ഷിയറിങ് ആൻഡ് ഡിവൈഡിങ്, അതായത് ക്ഷൗരം ചെയ്യുക. ക്ഷൗരം ചെയ്ത് തലയും താടിയെല്ലാം ക്ഷൗരം ചെയ്യുക. ക്ഷൗരം ചെയ്ത് കിട്ടുന്ന തലമുടി അത് പല ഭാഗമായിട്ട് തിരിച്ച് അത് ഓരോന്നും ഓരോ തരത്തിൽ ചെയ്യണം. അത് എല്ലാം ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും പ്രവാചകൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾക്ക് തനി വട്ടമാണ് എന്ന് കാണുന്നവർ പറയുള്ളൂ. പക്ഷേ ദൈവത്തോട് ചെയ്ത് ദൈവം അദ്ദേഹത്തോട് പറഞ്ഞ് ചെയ്യാതിരിക്കാൻ പറ്റിയ ഇതെല്ലാം പ്രത്യേക അർത്ഥത്തോടു കൂടിയാണ് ചെയ്യുക.
ഒരു ഭാഗം സ്കേർട്ട് ഉടുപ്പ് പൊതിഞ്ഞൊക്കെ ഒരു ഭാഗം കാറ്റ് പറത്തി വിട്, ഒരു ഭാഗം എടുത്ത് കത്തി കൊണ്ട് അടിക്കുക. ഇങ്ങനെ പല കാര്യങ്ങൾ പലതായിട്ട് പറഞ്ഞ എല്ലാം അർത്ഥമുണ്ട്. ഇത് ഓരോന്നിനും അർത്ഥമുണ്ട്. അത് പറയുന്നത് അതേപടി പ്രവാചകൻ ചെയ്യും. ആപ്പാടെ വിഷമിച്ചത് മാത്രമേ ഉള്ളൂ. അമേദ്യത്തിൽ ചുടാൻ പറഞ്ഞപ്പോൾ ഇച്ചിരി വിഷം പറഞ്ഞു. അത് മാത്രമേ ദൈവം അനുവദിച്ചു കൊടുത്തു. ഇനി അടുത്തു പോകുന്നത് ആക്ട് സിംബോളിക് ഓഫ് എക്സൈൽ 12-ാം അധ്യായത്തിൽ. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാണ്ഡക്കട്ടലെടുത്ത് ഭിത്തിയിൽ പൊത്തുണ്ടാക്കി അദ്ദേഹം അടിമത്തിലേക്ക് പോകുന്ന അതിൻ്റെ ഒരു അടയാളം അവിടെ ഉണ്ടാക്കുകയാണ്. അത് 12-ാം അധ്യായത്തിൽ. ഇനി അടുത്തത് ഈ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് വിറച്ചുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുക. അത് എന്താണ് വിറയലോട് കൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുക? അതായത് അപ്രതീക്ഷിതമായിട്ട് അപകടം വന്നു ചേരും. ജെറുസലേമിൽ വരാൻ പോകുന്ന അപ്രതീക്ഷിതമായ അപകടത്തെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുക. അപ്രതീക്ഷിതമായിട്ട് അപകടം വരും. പെട്ടെന്ന് വന്നു കഴിയുമ്പോഴാണ് അവർ പേടിച്ചും വിറച്ചും ജീവിക്കേണ്ട സംഭവം വരിക. ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ട്രിംബ്ലിങ് ആൻഡ് വിത്ത് ഫിയർ. അടുത്തത് നെടുവീർപ്പിടുക. നെടുവീർപ്പും ദുഃഖവും ഉണ്ടാകുക. അതും വരാനിരിക്കുന്ന അപകടത്തെ പുറത്ത് അതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ നെടുവീർപ്പിടുകയും ദുഃഖിക്കുകയും ചെയ്യും. അതിനുള്ള അടുത്തുള്ളതാണ്. അതുപോലെ തന്നെയുള്ളതാണ് കരച്ചിൽ, വിലാപം, കയ്യടി. അതായത് 21-ാം അധ്യായം 8 മുതൽ 17 വാക്യങ്ങൾ. അതും വട്ടന്മാരെ കാണിക്കുന്നത് തന്നെയാണ്. കരയണം, വിലപിക്കണം. പിന്നെ നിങ്ങൾ ചിലപ്പോൾ വട്ടന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ കൊണ്ട് അടിക്കണം. അത് ശരിക്കും ഇത് ആരെങ്കിലും ചെയ്താൽ 100% നിങ്ങൾ പറയും വട്ടനാണ്. അപ്പൊ എസെക്കിയേൽ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദൈവം പറഞ്ഞിട്ട് ആദ്യം കരഞ്ഞു, പിന്നെ വിലപിച്ചു. ആരെ പറ്റിയാണ് വിലപിച്ചത്? അതായത് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച യഹൂദ ജനത്തെ ഓർത്ത് കരഞ്ഞു, വിലപിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കൈയടിക്കുന്ന എന്തിനാ? വിലപിച്ചാൽ പോരെ? കരഞ്ഞാൽ പോരെ? കൈയടിച്ചത് എന്തിനാ? യഹോവ കൊടുത്ത ഈ ശിക്ഷ ശരിയാണ്, അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ അത് കൈയടിക്കുന്നത്. ഇനി അദ്ദേഹം 2 വഴികൾ, അതായത് വരച്ചുണ്ടാക്കണം. 2 വഴികൾ ഉണ്ടാക്കണം. അതായത് ശത്രു വരിക, ജെറുസലേമിലേക്ക് വരിക. ഒന്ന് ജെറുസലേമിലേക്കുള്ള വഴിയും വന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പോവുക. ആ 2 വഴിയും ഉണ്ടാക്കുക. അപ്പൊ 2 വഴിക്ക് ആൾക്കാർ ഇത് എങ്ങോട്ടാ പോകേണ്ടത്? ശത്രു വരുന്ന വഴിയാണല്ലോ. ഇത് ജെറുസലേമിൽ പോകുക, വേറെ എടുത്തു പോകും. അത് അവർ പറയും ജെറുസലേമിലേക്കല്ല, വേറെ വഴിക്കല്ല, വഴിക്കാണ് പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ജെറുസലേമിലേക്കാണ് ശത്രുക്കൾ വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണ്. പിന്നെ സിംബോളിക് ആക്ട് ഓഫ് മോർണിംഗ് ഹിസ് വൈഫ്സ് ഡെത്ത് ആൻഡ് ബീങ് ഡൺ. വൈഫ് മരിച്ചു കഴിയുമ്പോൾ, ഭാര്യ മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തോട് 24-ാം അധ്യായം 15 മുതൽ 27 വാക്യങ്ങൾ അദ്ദേഹത്തെ പറയുകയാണ്. നിന്റെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന നിന്റെ ഏറ്റവും പ്രിയതമയായ ഭാര്യയെ ഞാൻ എടുക്കാൻ പോവുകയാണ്. അതൊരു പ്രവസിയാണ്. അതായത് അഭിനയിച്ച് കാണിക്കുന്ന ഒരു പ്രവചനമാണ്. എന്താ പ്രവചനം? നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ ഭാര്യയെ ഞാൻ എടുക്കുന്നു. അപ്പൊ നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകും. അത് വരാനിരിക്കുന്ന ജെറുസലേമിന്റെ പതനത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. അത് 588-ലാണ് മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 35 വയസ്സേ പ്രായമുള്ളൂ. അപ്പൊ ചെറുപ്പക്കാരത്തിയ പെങ്കൊച്ചാണ് മരിക്കുന്നത്. അതോ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാണ് പോകുന്നത്. അപ്പം യഹൂദന്മാർക്ക് പ്രത്യേക രീതിയിൽ ഉള്ള വീട്ടിൽ ഒരാൾ മരിച്ചാൽ അതിന്റെ ദുഃഖാചരണം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പറഞ്ഞ് ഒരു ദുഃഖാചരണം ചെയ്യാൻ പാടില്ല, കരയാൻ പാടില്ല, വിലപിക്കാൻ പാടില്ല, അവർ തല ഷേവ് ചെയ്യണം, അത് പാടില്ല, ചെരുപ്പ് ഉപേക്ഷിക്കണം, അത് പാടില്ല, വിലാപത്തിൻ്റെതായ യാതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഈ സ്വന്തം ഭാര്യ, ഇത്രയും സ്നേഹിച്ച ഭാര്യ മരിച്ചിട്ട് പോലും ഇയാൾ ഇതൊന്നും ചെയ്യാൻ തീർച്ചയായിട്ടും അത് ആളുകൾ വിചാരിക്കും ഇതെന്നാ പറ്റി, ഇയാൾക്ക് തനി വട്ടാണല്ലോ എന്ന് വിചാരിക്കും. അത് കാരണം എന്താണ്? ഇതുപോലെ തന്നെ വരാൻ പോകുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ജെറുസലേം നഗരം നശിപ്പിക്കപ്പെടാൻ പോകുന്നു, അവിടുത്തെ ദേവാലയം നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് കാണിക്കുന്ന സംഭവമാണ്. ഇനി
അവസാനത്തേത് സിംബോളിക് ആക്ട് ഓഫ് ഹോൾഡിംഗ് 2 സ്റ്റിക്സ്, അതായത് രണ്ട് തണ്ടുകൾ ഒരുമിച്ച് പിടിക്കുക, രണ്ട് വടികൾ ഒരുമിച്ച് പിടിക്കുക. ഒരുമിച്ച് പിടിക്കുന്ന എന്തിനാണ്? അദ്ദേഹത്തിന്റെ അതൊരു ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാ ഈ രണ്ട് തടിയെ ഒരുമിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന? അദ്ദേഹത്തിന്റെ ഭാവിയിൽ ദൈവം രണ്ടായി തിരിച്ച, അതായത് യഹൂദര് തെക്കൻ ഇസ്രായേലും വടക്കൻ ഇസ്രായേലും രണ്ടും കൂടി ഒരുമിച്ച് ഒരു രാജ്യമായി തീരും എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അഭിനയിച്ച് ഈ പ്രവചനം കാണിക്കുക. രണ്ടും ഒന്നായി തീരും. എല്ലാ പ്രവചനങ്ങളും അതെവിടെ പൂർത്തീകരിച്ചില്ല. നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാനിത് 12 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, ഈറ്റിംഗ് എ സ്ക്രോൾ, അതായത് ഒരു ചുരുള് ഭക്ഷിക്കുക. അതായത് പ്രവാചകൻ ചെയ്യുന്നതെല്ലാം പറയുന്നതെല്ലാം യഹോവ പറഞ്ഞ പോലെ തന്നെയാണ്, വ്യത്യസ്തമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ, എനാക്ട്മെന്റ് ഓഫ് എ സീജ്, ഒരു ഉപരോധം കാണിക്കുക. അതായത് 2-3 ഇഷ്ടിക പെറുക്കി വെച്ചിട്ട് അതിൽ ഒരു നഗരത്തിന് പടം വരച്ചു വെക്കണം. എന്നിട്ട് എങ്ങനെയാണ് ഒരു സിറ്റി, അതായത് അന്നത്തെ ഉപരോധത്തെ പറ്റി പറഞ്ഞാൽ എല്ലാ പട്ടണങ്ങൾക്കും ചുറ്റും മതിലുണ്ട്. ഈ മതിലുണ്ട്, അതിന് വലിയ ഗേറ്റും ഉണ്ട്. ആ ഗേറ്റിലൂടെ കയറിയാലേ അത് ആ നഗരത്തിൽ പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ നഗരത്തിന്റെ പുറത്ത് മതിലിന് വലിയ പൊക്കമുള്ള മതിലാണ്, 30-40 അടിയുള്ള ഉയരത്തിൽ മതിൽ. അതിന് പുറത്ത് മണ്ണ് കൂട്ടിയിട്ടിട്ട് ആ മതിലിൽ കൂടെ ഗേറ്റിലൂടെ കയറി ഒരു നഗരം ആരും പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് മാസങ്ങളോളം വർഷങ്ങളോളം അധ്വാനിച്ചാലേ ഒരു നഗരം പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മണ്ണ് കൂട്ടി വലിയ മരമെല്ലാം വെട്ടി അടുപ്പിച്ച് ഈ മതിലിൽ കൂടെ ഒരേ സമയത്ത് ഒത്തിരി പേര് കയറിയിട്ട് അത് ആ നഗരം പിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു നഗരത്തെ എങ്ങനെ ഉപരോധിക്കാമെന്ന് കാണിക്കുകയാണ്. അതുപോലെ ജെറുസലേം നഗരം ഉപരോധിക്കപ്പെടുമെന്ന് കാണിക്കുന്നതാണ് എനാക്ട്മെന്റ് ഓഫ് സീജ് 4:1-3. പിന്നെയാണ് ഒരു വശത്ത് കിടക്കുക, 4-4-8, 390 ദിവസം ഒരു വശത്തും 40 ദിവസം മറുവശത്തും കിടക്കുക. പിന്നെയാണ് അശുദ്ധവും ദുർലഭവുമായ ഭക്ഷണം ഉണ്ടാക്കുക. അതും വരാനിരിക്കുന്ന ദൗർലഭ്യത്തെ പറ്റി കാണിക്കുന്നു. അടുത്തതാണ് എന്താണ് പറയുക, ക്ഷൗരം ചെയ്ത് താടിയും തലമുടിയിലെ ക്ഷൗരം ചെയ്ത് വിഭജിക്കുക. അതിനും പ്രത്യേക അർത്ഥമുണ്ട്. അതുപോലെ അടിമത്തത്തിലേക്ക് പോവുക, വലിയ ഭാണ്ഡം കെട്ടും എടുത്ത് ഭിത്തിയിലുണ്ടാക്കുന്ന തുളയിൽ ഇടയ്ക്ക് കൂടെ പോവുക. ആൾക്കാർ തനിക്കുന്ന വട്ടാണ്, ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇതിനധികം താമസം വരികയില്ല. അതിനുമുമ്പ് നിങ്ങളും ഇതുപോലെ ഭാണ്ഡം കെട്ടുമായിട്ട് നിങ്ങളെ അടിമത്തിലേക്ക് കൊണ്ടുപോകും എന്ന് കാണിക്കാൻ വേണ്ടി ഒന്നും പറയാതെ അദ്ദേഹം ആക്ട് ചെയ്ത് കാണിക്കുകയാണ്. പിന്നെയാണ് പേടിയോടും വിറയലോടും കൂടി ഭക്ഷണം കഴിക്കുക. അതും അപ്രതീക്ഷിതമായിട്ട് അവരുടെ മേൽ വന്ന് പതിക്കാനിരിക്കുന്ന അപകടത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിച്ചെത്തുന്നത്. പിന്നത്തെ 2 ഒരുമിച്ച് കണക്കാക്കാം. അതായത് നെടുവീർപ്പിടുക, സങ്കടപ്പെടുക, കരയുക, പിന്നെ കരയെ വിലപിക്കുകയും ചെയ്യുക. പിന്നെ അതോടൊപ്പം അതും അദ്ദേഹത്തിന്റെ അനാക്ടഡ് പ്രൊഫസിയാണ്. പിന്നെ വരുന്നത് 2 വഴി. അത് ജെറുസലേമിലേക്ക് പോവോ വേദിക്കൽ പട്ടണത്തേക്ക് പോവോ? അത് എസെക്കിയേൽ പ്രവാചകൻ പറയുകയാണ്, ജെറുസലേമിലേക്ക് തന്നെ പോകും. അതിനുശേഷം വരുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കും, പക്ഷെ വിലാപത്തിൻ്റെതായ ഒന്നും കയറാൻ പാടില്ല. അപ്പോഴത് പറഞ്ഞ് ബീങ് ഡം, അതിനുശേഷം മൗനമായിരിക്കും. അത് പറഞ്ഞത് അതിനുശേഷം അയാൾ മൗനമായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ നേരത്തെ പറഞ്ഞു. ഒരു ഷോക്ക് ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ഭാര്യ മരിച്ചപ്പോൾ നിശബ്ദനായി. രണ്ടാമത്തെ ഷോക്ക് അത് ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്ന അറിയിപ്പ്. ആ ഷോക്കിൽ അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചു കിട്ടി. അവസാനത്തേതാണ് 2 കോലുകൾ അടുപ്പിച്ച് പിടിച്ച് നടക്കുന്നു. അദ്ദേഹം എന്താണ് ചോദിക്കുമ്പോൾ അത് പറയുകയാണ്, എൻ്റെ ഭാവനയിൽ ഇതെല്ലാം ഒരുമിച്ച് 2 രാജ്യങ്ങളുടെ ഒരുമിച്ച് വരും എന്ന ആ ചിന്ത അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒരു ചെറിയ സംഗ്രഹം കണ്ടത്. 48 അധ്യായങ്ങൾ 10 തിരിച്ചു. അത് എസെക്കിയേൽ പ്രവാചകൻ ആരായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ പറയുന്നു, 623 ജനിച്ചു. 598 അദ്ദേഹം 25 വയസ്സ് പ്രായമായുള്ളപ്പോൾ അദ്ദേഹത്തെ വേറെ 10,000 പേരോട് കൂടി ഒരുമിച്ച് ബാബിലോൺ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ 5 കൊല്ലം പ്രവാസത്തിൽ ജീവിച്ചത് കബാർ കനാലിന്റെ തീരത്തുള്ള ഒരു വീട്ടിൽ അദ്ദേഹം സ്വന്തമായി ഉണ്ടായിരുന്നു. ഭാര്യയോട് ജീവിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ 593 അദ്ദേഹത്തിന് പ്രവാചക
വിളിയുണ്ടായി. അതിനുശേഷം 593 മുതൽ 571 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവചിച്ചു. അത് പ്രവചിച്ച് പലതും ജെറുസലേമിനെക്കുറിച്ചാണ്. അതിന്റെ കാരണം അദ്ദേഹം അവിടെ ഇരുന്ന് പ്രവചിച്ച അദ്ദേഹം ദർശനത്തിലൂടെയും പിന്നെ ട്രാൻസ്ലൊക്കേഷൻ, അത് ഫിസിക്കലായിട്ട് നടന്നതെന്ന് പറയും. അദ്ദേഹത്തിന്റെ മുടിയിൽ പിടിച്ചുകൊണ്ട് മാലാഖമാർ അദ്ദേഹത്തെ ജെറുസലേം വരെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പുസ്തകത്തിന് പറയുക. അതെന്തെങ്കിലും ആകട്ടെ, അദ്ദേഹത്തിന്റെ ദർശനത്തിലൂടെ ജെറുസലേമിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാൻ പറ്റി. അതിനുശേഷം 570 അദ്ദേഹം മരിച്ച് അടക്കപ്പെട്ടു എന്നാണ് വിചാരിക്കുക. ഇനി 2-3 മിനിറ്റുകളുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ഓടിച്ചിട്ട് ഈ 47 അധ്യായം തീർക്കാൻ ശ്രമിക്കുമായിരുന്നു. കാരണം നേരിട്ട് അധ്യായങ്ങൾ അതേപടി എടുത്തില്ലെങ്കിൽ പോലും ഈ കാര്യങ്ങൾ, ഈ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എടുത്തത്. ദർശനങ്ങളെടുത്തു, ഉപമകളെടുത്തു, പിന്നെ അദ്ദേഹം ചെയ്ത അഭിനയിച്ച് കാണിച്ച, ആവിഷ്കരിച്ച് കാണിച്ച പ്രവചനങ്ങളെ പറ്റിയും പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ പുസ്തകത്തിന്റെ പ്രത്യേകത വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 14-ാം അധ്യായത്തിൽ 12 മുതൽ 23 വാക്യങ്ങളും, 18-ാം അധ്യായം 1 മുതൽ 32 വാക്യങ്ങളും, പിന്നെ 33-ാം അധ്യായം 10 മുതൽ 20 വാക്യങ്ങളും ഓർത്ത് വെക്കുക. 14 അധ്യായം 12-23, 18-ാം അധ്യായം 1-32, 33-ാം അധ്യായം 10-20. ഇത് മൂന്നും വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് പറയുക. വ്യക്തിപരമായ ഉത്തരവാദിത്തം, അതായത് അതുവരെ പഴയത് പല ഭാഗത്തുകൊണ്ട് പറഞ്ഞിട്ട് 3-ാം തലമുറ വരെ അപ്പനും വല്യപ്പനും ചെയ്ത പാപത്തിനെല്ലാം നീ അനുഭവിക്കണമെന്ന് പറഞ്ഞു വെച്ചിരുന്നു. അതാണ് അദ്ദേഹം തിരുത്തിയത്. അങ്ങനെയല്ല, ഇനി ഓരോരുത്തരും ചെയ്ത പാപത്തിന് അവർ തന്നെ അനുഭവിക്കുക. നിന്റെ നീതിമാന്റെ മകൻ ഗുണ്ടയാടി ജീവിച്ചാൽ അത് നീതിമാന്റെ ഗുണമായാലും ഗുണ്ടയ്ക്ക് കിട്ടിയല്ല, ആ ഗുണ്ടയ്ക്ക് അതിൻ്റെതായ പാപത്തിന് പരിഹാരം, അദ്ദേഹത്തിന് ശിക്ഷ അദ്ദേഹത്തിന് കിട്ടും. അതുപോലെ 3-ാം തലമുറയുടെ ശിക്ഷയൊന്നും സ്വീകരിക്കേണ്ടതായില്ല. ചില ധ്യാന കേന്ദ്രങ്ങളെങ്കിലും അങ്ങനെ കേൾക്കാറുണ്ട്. ചിലപ്പോൾ അവർ ചില കൗൺസിലിംഗ് പോകുന്നവരും പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞെങ്കിൽ പറയുക, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 14, 18, 31 അധ്യായങ്ങൾ വായിക്കുക. പഴയ പാരമ്പര്യം തിരുത്തി, പലത് പഴയ നിയമത്തിൽ തന്നെ ഉള്ളതാണ്, അത് തിരുത്തി പറയുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ പാപങ്ങൾക്ക് ഉള്ള ശിക്ഷയുള്ളൂ. അതുകൊണ്ട് അപ്പൻ്റെയോ വല്യപ്പൻ്റെയോ പാപത്തിന്റെ ശിക്ഷ എനിക്ക് കിട്ടുകയില്ല. അത് ആരും തെറ്റിദ്ധരിക്കേണ്ട. അതിനുള്ള പഠനമുണ്ട്, പാരമ്പര്യമുണ്ട്. അത് ഞാൻ തിരുത്തുന്നു എന്നാണ് എസെക്കിയേൽ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായി പറഞ്ഞത്. അതുകൊണ്ട് അത് നമുക്ക് പലപ്പോഴും പല സ്ഥലത്തുനിന്നും കേൾക്കാനിട വന്നിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക, അത് പ്രവാചകൻ പറയുന്നതിനെതിരാണ്.